നമസ്കാരം. കേരള രാഷ്ട്രീയത്തിൻ്റെ ഭാവി നിർണ്ണയിക്കുന്ന 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലത്തിനായി സംസ്ഥാനം ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. അതിനിടെ പുറത്തുവന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ UDFന് അനുകൂലമായ പ്രവചനങ്ങളാണ് മുന്നോട്ട് വയ്ക്കുന്നത്. കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള UDFന് വ്യക്തമായ മുൻതൂക്കം ലഭിക്കും എന്ന സൂചനകളാണ് പല സർവേകളും നൽകുന്നത്. എന്നാൽ ഈ പ്രവചനങ്ങൾ എത്രത്തോളം വിശ്വസിക്കാം? മുൻ തെരഞ്ഞെടുപ്പുകളിൽ എക്സിറ്റ് പോൾ ഫലങ്ങൾ പലപ്പോഴും കൃത്യമായ പ്രവചനങ്ങൾ നൽകിയിട്ടുണ്ട്. ചിലപ്പോഴൊക്കെ ജനവിധിയെ പൂർണ്ണമായി തിരിച്ചറിയാൻ സാധിക്കാത്തതും നമ്മൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ കേരളം ഇപ്പോൾ ചോദ്യങ്ങൾക്കിടയിലാണ്. എക്സിറ്റ് പോൾ പറയുന്നത് വിശ്വസിക്കണോ, അല്ലെങ്കിൽ ഔദ്യോഗിക വോട്ടെണ്ണലിൻ്റെ കൃത്യമായ ഫലത്തിനായി കാത്തിരിക്കണോ? എക്സിറ്റ് പോളുകൾ സൂചിപ്പിക്കുന്ന UDFൻ്റെ മുന്നേറ്റം യാഥാർത്ഥ്യമാണോ, അതോ വോട്ടെണ്ണൽ ദിനത്തിൽ ചിത്രം മാറി മറിയുമോ? നിങ്ങൾ എക്സിറ്റ് പോളുകളുടെ പ്രവചനത്തിൽ വിശ്വസിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ യഥാർത്ഥ ഫലം വരുന്നതുവരെ കാത്തിരിക്കാനാണോ തീരുമാനം? അതാണ് പ്രേക്ഷകർക്ക് മുന്നിൽ ന്യൂസ് 18 പൊതുവേദി ഇന്ന് ഉയർത്തുന്ന വിഷയം. എല്ലാവർക്കും പൊതുവേദിയിലേക്ക് സ്വാഗതം. എക്സിറ്റ് പോൾ ഫലങ്ങൾ പൊതുവെ ഒരു 70-ന് മുകളിൽ സീറ്റാണ് UDFന് കിട്ടും എന്ന് പൊതുവെ പ്രവചിക്കുന്നത്. അത് 80 വരെ പോകാം എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. അതേസമയം LDFൻ്റേത് 52 വരെ താഴാം എന്ന് പറയുന്നു. അതേസമയം 69 വരെ ഉയരാം എന്നും ഒക്കെ എക്സിറ്റ് പോൾ ഫലങ്ങൾ വ്യക്തമാക്കുന്നു. PMARC 79 സീറ്റ് വരെ UDFന് പോകാമെന്ന് പറയുമ്പോൾ LDFന് 69 സീറ്റ് വരെ വരാമെന്ന് പറയുന്നു. NDAയുടെ കണക്കുകൾ നോക്കുമ്പോൾ ചിലർ NDAക്ക് 4 സീറ്റുകൾ വരെ, ചിലർ 7 സീറ്റുകൾ വരെ ലഭിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. 0 സീറ്റും ലഭിക്കും എന്നൊക്കെയുള്ള സർവേ ഫലങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ ഏത് തരത്തിലുള്ള പ്രവചനങ്ങൾ ആണ്? ഇതിന് എത്രത്തോളം വിശ്വസനീയതയുണ്ട് എന്ന വലിയ ചോദ്യം ഇപ്പോൾ ഉയരുകയാണ്. അപ്പോൾ ജനങ്ങൾ എന്ത് കരുതുന്നു എന്നാണ് പൊതുവെ അറിയാനുള്ളത്. ആദ്യം സന്തോഷ് കാസർഗോഡ് നിന്ന് എന്നോടൊപ്പം ചേരുന്നു. സന്തോഷ്, എക്സിറ്റ് പോൾ ഫലങ്ങളെ സന്തോഷ് എത്ര കണ്ട് വിശ്വസിക്കുന്നു? എക്സിറ്റ് പോൾ ഫലം പ്രവചിക്കുന്നതിന് മുമ്പ് തന്നെ എന്റെ ഒരു നിഗമനത്തിലുണ്ടായിരുന്നു 87 സീറ്റോടുകൂടി UDF അധികാരത്തിലേറുമെന്നുള്ളത്. BJPക്ക് സീറ്റൊന്നും കിട്ടാനുള്ള യാതൊരു സാധ്യതയും എന്റെ നിഗമനത്തിലില്ല. പിന്നെ നിയമം ഒരു ടൈറ്റ് മത്സരമായിരിക്കും, അല്ലാതെ ഒരു അക്കൗണ്ട് തുറക്കും എന്ന് എനിക്ക് യാതൊരു പ്രതീക്ഷയും ഇല്ല. UDF തന്നെ അധികാരത്തിലേക്ക് വരികയും ചെയ്യും. കാരണം ഇതൊരു എന്താ പറയാ 10 വർഷം LDF ഭരിച്ചതിന് ഒന്ന് മാറി നിൽക്കട്ടെ എന്നുള്ള ചിന്തിച്ചിട്ടില്ല ജനങ്ങൾ. അതായത് LDFന് CPMനെ നന്നാക്കാൻ ഉള്ള പാർട്ടി പ്രവർത്തകർ തന്നെ എക്സിറ്റ് പോളിൽ ഇപ്പം പാർട്ടി പ്രവർത്തകരോട് ഇപ്പൊ ചോദിച്ചു കഴിഞ്ഞാൽ അവരൊരിക്കലും പറയില്ല മാർക്സിസ്റ്റ് തോക്കെന്ന് പറയില്ല. പക്ഷെ അവരെ വോട്ട് ചെയ്തത് മിക്കവാറും UDFനായിരിക്കും. അപ്പൊ 87 സീറ്റ് വരെ ഞാൻ ഇതിന് മുമ്പേയും പറഞ്ഞിട്ടുണ്ട്. 87 സീറ്റ് അത് തന്നെ വരും എന്നാണ് എന്റെ ഉറച്ച പ്രതീക്ഷ. ശരി, നോക്കാം. അപ്പം നമ്മുടെ വിജയുടെ പാർട്ടിയിലെ TVK പാർട്ടിയിലെ സെങ്കോട്ടിയൻ എക്സിറ്റ് പോൾ ഫലങ്ങളെ തള്ളിക്കളയുകയാണ്. പാർട്ടി വിജയുടെ TVK പാർട്ടിക്ക് 200-ലധികം സീറ്റുകൾ കിട്ടും എന്നാണ് അവർ പറയുന്നത്. വിജയ് തരംഗം അവിടെ വലിയ തോതിൽ തമിഴ്നാട്ടിൽ ഉണ്ട് എന്ന് അവർ വിശ്വസിക്കുന്നു. എക്സിറ്റ് പോൾ ഫലങ്ങളിൽ ചിലതൊക്കെ വിജയ്ക്ക് വലിയ നേട്ടമുണ്ടാകും എന്ന് പറയുന്നവരുമുണ്ട്. പക്ഷേ സ്വാഭാവികമായ തലത്തിൽ അവിടെ മറ്റ് 2 മുന്നണികളും വിജയ്ക്ക് കാര്യമായ ഒരു സ്വാധീനം ഉണ്ടാക്കാൻ കഴിയില്ല. എങ്കിലും 25 സീറ്റ് വരെ 27 സീറ്റ് വരെയൊക്കെ പ്രെഡിക്റ്റ് ചെയ്യുന്ന പോളുകൾ വരുന്നുണ്ട്. എന്നോടൊപ്പം സലീം ചേരുന്നുണ്ട്. സലീം, നമസ്കാരം. നമസ്കാരം. ശ്രീ സലീം, ഈ കേരളത്തിന്റെ സാഹചര്യത്തിൽ എക്സിറ്റ് പോൾ ഫലങ്ങളെ എങ്ങനെ കാണുന്നു? ഇത് UDFന് മുന്നേറ്റം ഉണ്ടാകുന്ന പ്രതീക്ഷയിലാണോ സലീം? ഒരിക്കലുമല്ല. പലപ്പോഴും 100% തെറ്റാൻ സാധ്യതയുള്ളതാണ് എക്സിറ്റ് പോള്. ഇപ്പോഴുള്ള പ്രവചനം കണ്ട ഒരു സഹതാപ തരംഗം എന്ന് വേണമെങ്കിൽ പറയാവുന്ന തരത്തിലുള്ള പ്രവചനമാണ് ഇപ്പൊ എക്സിറ്റ് പോള് നടത്തിയിട്ടുള്ളത്. ഓക്കെ, പിന്നെ ഏതൊരു കൊച്ചുകുട്ടിക്കും മനസ്സിലാകുന്ന വിധത്തിലുള്ള കണ്ണഞ്ചിപ്പിക്കുന്ന വിധത്തിലുള്ള വികസന പ്രവർത്തനം നടത്തിയിട്ടാണ് കഴിഞ്ഞ പിണറായി ഗവൺമെന്റ്. അതൊക്കെ വോട്ടാകും. അതുകൊണ്ട് എക്സിറ്റ് പോളിനെ അങ്ങനെ വിശ്വസിക്കേണ്ട, കണ്ണടച്ച് വിശ്വസിക്കേണ്ട എന്നാണ് സലീമിന്റെ അല്ലേ? ശരി, വ്യക്തമാണ്. ഓക്കെ, അപ്പോൾ വ്യക്തമാണ് താങ്കളുടെ പ്രതികരണം. അപ്പോൾ കുറച്ച് പ്രേക്ഷകർ എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. നമുക്ക് സമയക്കുറവ് കൊണ്ടാണ്, അപ്പോൾ വേഗം എടുത്തു പോകാം. ഷിജു എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. നമസ്കാരം എന്ന് പറയുന്നുണ്ട്. EVM ജയിക്കും, പോൾ എക്സിറ്റ് പോളൊക്കെ വെറും ഷോ ഓഫ് ആണ് എന്ന് പറയുന്നുണ്ട്. ഗോമാതാജി എന്നോട്
എന്നോട് പറയുന്നത് നമസ്കാരം മനു എന്ന് പറയുന്നത്. എനിക്ക് ചുവന്ന ഹൃദയം അയക്കുന്നുണ്ട്. ഗോമാതാജിക്കും എൻ്റെ ചുവന്ന ഹൃദയം. അപ്പോൾ പൊതുവേദി മെയ് 4 റിസൾട്ട് ഡേ കാണുമോ എന്ന്. നമുക്ക് അന്നൊരു പക്ഷേ ചിലപ്പോൾ ഈ റിസൾട്ടിൻ്റെയൊക്കെ ഒരു ആവേശത്തിലായിരിക്കുമല്ലോ. പക്ഷെ നമ്മളെന്നും ഉണ്ട്, നമുക്ക് വിളിക്കാം. ഗോമാതാജിയുടെയൊക്കെ ഞാൻ നോക്കട്ടെ. ഗോമാതാജി പറഞ്ഞ കാര്യമൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ പോൾ മെൻറ്റ് ഫോർ ചാനൽസ് അണ്ടിൽ 2013 there were no poll predictions like this എന്ന് പറയുന്നു. കിഷോർ കോന്നി എന്നോട് ഹായ് മനു എന്ന് പറയുന്നുണ്ട്. ഹായ് കിഷോർ, നമസ്കാരം. അപ്പോൾ സുനിൽ കുമാർ എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. അപ്പോൾ ഗോമാതാജി പറയുന്നു ഒന്നില്ലെങ്കിൽ LDF വരണം അല്ലെങ്കിൽ BJP വരണം. LDFന് 65 സീറ്റ് കിട്ടിയാൽ UDFിൽ നിന്ന് 10 ഇങ്ങോട്ട് ഹോസ്റ്റ് ട്രേഡിംഗ് നടത്തും എന്നൊക്കെയാണ് പറയുന്നത്. കൊള്ളാം, ഓക്കെ. അപ്പോൾ എന്നോടൊപ്പം നമ്മുടെ ബാലകൃഷ്ണൻ വടകരയുണ്ട്. ശ്രീ ബാലകൃഷ്ണൻ വടകര, നമുക്ക് ഏറെ തിരക്കുള്ളൊരു ദിവസമായതുകൊണ്ടാണ്. അപ്പോൾ അങ്ങ് ഈ എക്സിറ്റ് പോൾ ഫലങ്ങളിൽ പ്രതീക്ഷ അർപ്പിക്കുന്നുണ്ടോ? എക്സിറ്റ് പോൾ ഫലങ്ങൾ വിശ്വസിക്കാൻ പറ്റും സർ. പറ്റും. കാരണം 70 മുതൽ എന്നാണ് പറയുന്നത് ഭൂരിഭാഗം എക്സിറ്റ് പോളും. ഒരു ഭൂരിപക്ഷം പറയുന്നില്ല. UDFന് 70 മുതൽ, അത് 75 മുതൽ എന്ന് പറഞ്ഞ ഒരൊറ്റ ചാനലാണ്. അപ്പൊ അതുകൊണ്ട് ഭൂരിഭാഗം ചാനലും പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു. ഒരുപക്ഷെ തൂക്ക് സഭ, ഞാൻ ഇതുവരെ പ്രതീക്ഷിച്ചിരുന്ന ഇടതുപക്ഷം അധികാരത്തിലുള്ള ഒരുപക്ഷെ കേരളത്തിൽ തൂക്ക് സഭ വരുവാനുള്ള സാധ്യത ചരിത്രത്തിൽ ആദ്യമായിട്ട്, അതാണ് ഞാൻ നോക്കിക്കാണുന്നത്. തൂക്കുസഭ വരുമെന്നാണ്. അപ്പോൾ ശ്രീ ബാലകൃഷ്ണൻ പക്ഷേ ഒരു ഇടത് സർക്കാരിൻ്റെ സാധ്യതയാണല്ലോ മുൻകൂട്ടി കണ്ടിരുന്നത്. റൈറ്റ്, ഇതുവരെ അങ്ങനെ ആയിരുന്നു. പക്ഷെ 70 മുതൽ എന്ന് പറയുമ്പോൾ അതിൽ വളരെ ഒരു നിർണായകമായ ഒരു കളിയുണ്ട്. എന്ന് പറഞ്ഞാൽ ടഫായ മത്സരമാണ് നടന്നിരിക്കുന്നത്. ഈസി ആയിട്ട് UDFന് അധികാരത്തിൽ വരാനോ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് അധികാരത്തിൽ വരാനോ പറ്റത്തില്ല. അങ്ങനത്തെ ഒരു സ്ഥിതിയാണ്. ഇടതുപക്ഷം ഇൻ കേസ് അധികാരത്തിൽ വന്നിട്ടില്ലെങ്കിൽ ഒരു തൂക്ക് സഭ ഉണ്ടാവാനുള്ള സാധ്യതയാണ് കാണുന്നത്. ശരി, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പോൾ ബാലകൃഷ്ണൻ ആണ് പ്രതികരിച്ചത്. എന്നോടൊപ്പം ശിവദാസൻ കൂടി ചേരുന്നു ബാലരാമപുരത്ത് നിന്ന്. ശ്രീ ശിവദാസൻ, നമസ്കാരം സാർ. നമസ്കാരം. അതെ, ഒരു എക്സിറ്റ് പോളിലെ പ്രവചനങ്ങളെല്ലാം തെറ്റാറുണ്ട്, ചിലപ്പം ശരിയാകുന്നുണ്ട്. ജനങ്ങൾ വോട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പൊ എന്ത് പറഞ്ഞാലും അതങ്ങ് ഇരിക്കട്ടെ. 20% ജനങ്ങൾ വോട്ട് ചെയ്തിട്ടുണ്ട്. ആ 20% ജനങ്ങൾ വോട്ട് ചെയ്ത വിധി കൽപ്പിക്കാൻ ആ ചാൻസ് കൂടുന്നത് UDFനാണ് എന്ന് ഞാൻ പറയുന്നു, ആഗ്രഹിക്കുന്നു. പക്ഷേ വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. നമ്മൾ സമയം കുറച്ച് അധികമായതുകൊണ്ടാണ്. പ്രദീപ് ഇടുക്കിയിൽ നിന്ന്. പ്രദീപ്, ചുരുങ്ങിയ വാക്കുകളിൽ. BJP അക്കൗണ്ട് തുറക്കും. കാസർഗോഡുകാരൻ മറ്റേ സന്തോഷ് പറഞ്ഞല്ല. പിന്നെ BJPക്ക് അബദ്ധം പറ്റി അച്ഛന്മാരെ പുറകെ തൂങ്ങി നടന്നാ പറ്റിയത്. എന്നാണ് പ്രദീപ് പറയുന്നത്. നമുക്ക് നോക്കാം. അവരെ പുറകെ പോകേണ്ട ആവശ്യമില്ലായിരുന്നു. അവർ വെറും കളിപ്പീരെ കള്ളന്മാര് അച്ഛന്മാര്. അവരെ വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ശ്രീനിവാസൻ തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീനിവാസൻ, ചുരുങ്ങിയ വാക്കുകളിൽ. 85 സീറ്റ് UDFന് ഉറപ്പായിട്ടും കിട്ടും. ഞാൻ അന്ന് സാറിന്റെ അടുത്ത് പറഞ്ഞത് 75% പോളിംഗ് കഴിഞ്ഞാൽ 80-85 സീറ്റ് UDFന് കിട്ടും. അത് കിട്ടിയിരിക്കും, ഉറപ്പാണ്. അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ എക്സിറ്റ് പോൾ ഫലങ്ങൾ ഒരു പരിധിവരെ ശരിയാണെന്നാണ് താങ്കൾ പറയുന്നത്. സുബ്രഹ്മണ്യൻ എന്നോടൊപ്പം ചേരുന്നു, പേരാവൂരിന്ന്. ശ്രീ സുബ്രഹ്മണ്യൻ, എക്സിറ്റ് പോൾ ഫലങ്ങളെ വിശ്വസിക്കുന്നുണ്ടോ? പെരുമ്പാവൂർ, സോറി. മനസാറിന്റെ പെരുമ്പാവൂർക്ക് സ്വാഗതം. പെരുമ്പാവൂർ വഴിയൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം പോയി. പക്ഷെ ഇത്തവണ ഞാൻ വന്നപ്പോൾ വലിയ തിരക്ക് കണ്ടില്ല കേട്ടാ. എനിക്ക് തോന്നുന്നു അവിടെ മഴയുടെ ഒരു ഭയങ്കര മഴ അല്ലേ? ഇന്നെന്താ മുഖത്തിനൊരു ഗൗരവം. ഞാൻ ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ ഇങ്ങനെ അതിസൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്താ സംഭവിക്കുക? ഗൗരവഭാവം അത്ര നല്ലതല്ല. ഗൗരവം നല്ലതല്ല. അല്പം ചിരിക്കണ മുഖം നല്ലത്. ആണോ? ഞാൻ വേഗം പറയട്ടെ സാറേ. അപ്പൊ ഇന്നലെ നമ്മൾ എല്ലാ 6 മണിക്ക് ശേഷം എല്ലാ ചാനലും ഇത് തന്നെയായിരുന്നു. അപ്പൊ എക്സിറ്റ് പോളുകാർ പറഞ്ഞത് 31% ജനങ്ങൾ പിണറായി വരണമെന്ന് ആഗ്രഹിക്കുന്നു. എന്നിട്ട് അവര് തന്നെ പറയുന്നത് UDF വരണമെന്ന്. അപ്പൊ നമ്മൾ തന്നെ വിശ്വസിക്കും. 27% സതീശൻ, 3% KC. ഇങ്ങനെയാണ് അവർ ഇന്നലെ പറഞ്ഞത്. എല്ലാ ചാനലും ടോട്ടൽ ചെയ്തപ്പോ. അപ്പൊ ഏത് മുന്നണി വരുമെന്നാണ് ഇപ്പൊ കേൾക്കുന്നവർ വിശ്വസിക്കുന്നത്. അത് പക്ഷേ പിണറായി വരണമെന്ന് ആഗ്രഹിക്കുന്ന ആള് LDFന് വോട്ട് ചെയ്യും. പക്ഷെ KC വേണുഗോപാൽ വരണമെന്ന ആള് കോൺഗ്രസിന് വോട്ട് ചെയ്യും. VD സതീശൻ ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആൾ കോൺഗ്രസിന് വോട്ട് ചെയ്യും. അതേപോലെ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി ആകണമെന്ന് ആഗ്രഹിക്കുന്ന ആളും കോൺഗ്രസിന് വോട്ട് ചെയ്യും. അപ്പൊ ഒരു കണക്കിന് അവർക്ക് നേട്ടമായെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ TVKയുടെ കാര്യം പറഞ്ഞത് എന്റെ ഒരു അഭിപ്രായങ്ങളെ പറഞ്ഞിട്ട് നിർത്താം. TVK വോട്ട് പിടിക്കും. TVK വോട്ട് പിടിച്ചാൽ DMK താഴെ പോകും. ADMK കയറി വരാൻ സാധ്യതയുണ്ട്. കയറി വരും. അതാണ് ഒരു വോട്ട് കട്ടറായി അവിടെ വിജയ് വരുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത് അല്ലേ? വിജയ് വോട്ട് പിടിക്കും. പുതിയ ആൾക്കാരുടെ വോട്ട്, പിള്ളേരുടെ വോട്ട് വിജയ് പിടിക്കും. ന്യൂജൻ വോട്ടുകളൊക്കെ വിജയ് കട്ട് ചെയ്യും. DMKക്ക് ദോഷം ചെയ്യും. ന്യൂനപക്ഷ വോട്ടുകളും ന്യൂജൻ വോട്ടുകളും പോയി കിട്ടിയാൽ
ADMK BJP സഖ്യം മുന്നേറ്റ് വരുമെന്നാണ് പറയുന്നത്. അതിനുള്ള വിജയതരംഗം അവിടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ TMCയുടെ വ്യക്തമാണ്. അപ്പോൾ TMCയുടെ ഡോലാസെൻ പറയുന്നു അവിടെ എക്സിറ്റ് പോളുകളൊന്നും വിശ്വസിക്കേണ്ട, ബംഗാൾ ഗവർണൻസ് വളരെ മനോഹരമായിരുന്നു, അതുകൊണ്ട് തന്നെ എക്സിറ്റ് പോൾ പ്രൊജക്ഷൻസ് ഒക്കെ വെറും സ്വപ്നാടനങ്ങളാണ്, അതിൽ വിശ്വസിക്കേണ്ട എന്ന് TMCയുടെ MP ഡോളസൻ അവിടെ പറയുന്നതിൻ്റെ വിവരങ്ങൾ വരുന്നു. BJP യുടെ വരവിനെക്കുറിച്ച് ചില പോൾ പ്രഡിക്ഷൻസ് ഒക്കെ ഉണ്ടല്ലോ, അവിടെ ബംഗാളിൽ BJP വരുമെന്ന്. അപ്പോൾ അതൊന്നും വലിയൊരു കാര്യമായി വരില്ല. അതേസമയം ഡോളസൻ പറയുന്നത് അവിടെ ഈ ഗ്രാസ് റൂട്ട് ലെവലിൽ വലിയ തോതിൽ അവർക്ക് ഇടപെടാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ മമതാ ബാനർജിയുടെ ഒരു വലിയ ശക്തിയാണ് ഈ ഡോളസൻ. അപ്പോൾ ഡോളസനാണ് ഇങ്ങനെ ഒരു പ്രതികരണം അവിടെ നിന്ന് നടത്തുന്നത്. അപ്പോൾ അവരുടെ പ്രതികരണം എത്രമാത്രം ശരിയാവും എന്നൊക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ നോക്കാം. ഉമേഷ് എന്നോടൊപ്പം കോഴിക്കോട് നിന്ന് ചേരുന്നു. ഉമേഷിനൊക്കെ പക്ഷേ ഇത് കാണുമ്പോൾ സന്തോഷമാണ് വരുന്നത് അല്ലേ, ഈ എക്സിറ്റ് പോൾ? സന്തോഷമായിരിക്കും തീർച്ചയായും മനസ്സിലായി. പക്ഷെ പോരാന്നുള്ളൊരു ഇതാണ് അല്ലേ, ഇതൊന്നും പോരാ. പോരായ്മ ഒന്നുമില്ല, ഇത് എക്സിറ്റ് പോൾ കണക്കല്ലേ, എക്സിറ്റ് പോൾ കണക്ക് ആക്ച്വൽ പോൾ വരുമ്പോ ഇതിനേക്കാൾ കൂടുമെന്നാണ് പ്രതീക്ഷ അല്ലേ? അതന്നെ, ഇതിൽ കൂടാണ്. പക്ഷെ ഇവിടെ വേറെ എക്സിറ്റ് പോൾ മാത്രല്ല, ഇതൊക്കെ മുൻവിധി. ആദ്യം എക്സിറ്റ് പോളിന് മുന്നേ ശരിക്കും ഇതിപ്പോ ഇവിടെ ജനങ്ങൾ വിധി എഴുതി കഴിഞ്ഞു. ജനങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ട് എന്നുള്ളതൊരു സത്യമാണ്. ജനങ്ങൾ നേരത്തെ തീരുമാനിച്ചു കഴിഞ്ഞു, അതാണ് ഇപ്പൊ പുറത്തു വരാൻ പോകുന്നതാണ്. അപ്പൊ സുമേഷ്, നമുക്ക് ഇന്ന് സമയക്കുറവുകൊണ്ടാണ്, നമുക്ക് ഒരു ദിവസം കുറെ കൂടെ വിശദമായി സംസാരിക്കാം. അപ്പോൾ എന്നോടൊപ്പം ചില ആളുകളൊക്കെ ചേരുന്നു. BJP പൂട്ടിയ അക്കൗണ്ട് പൂട്ടിച്ച ആളെ ഔട്ടാക്കി തുറക്കുകയും വേറെ പുതിയത് തുറക്കുകയും ചെയ്യും എന്ന് സുനിൽകുമാർ പറയുന്നു. അപ്പോൾ BJP അക്കൗണ്ട് പൂട്ടിയ ആളെ പൂട്ടിക്കും എന്നാണ് പറയുന്നത്. മെയ് 4 റിസൾട്ട് വന്നാൽ LDF തോറ്റാലും LDF തോറ്റെന്ന് സമ്മതിക്കില്ല. അത് ശരി, അതുകൊണ്ട് അവർ ക്യാപ്സ്യൂളുമായി ഇറങ്ങുമെന്നാണ് പറയുന്നത്. അപ്പോൾ സുനിമോൾ R വന്നിട്ടുണ്ട്. സുനിമോളിന് എൻ്റെ നമസ്കാരം. സുനിമോൾ എനിക്ക് നമസ്കാരം തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ BJP പൂട്ടിയ അക്കൗണ്ട്, BJPയുടെ പൂട്ടിയ അക്കൗണ്ട് തുറക്കും, പൂട്ടിച്ച ആളെ പൂട്ടിക്കും എന്നൊക്കെയാണ് പറയുന്നത് നമ്മുടെ സുനിൽകുമാർ. ഈ എക്സിറ്റ് പോൾ ഇൻ വെസ്റ്റ് ബംഗാൾ BJPക്കല്ലേ, അത് തന്നെ ഒരു വിജയമാണെന്ന് പറയുന്നു. എക്സിറ്റ് പോൾ ഫലം ഒരു പരിധിവരെ ശരിയാണ്, ഫലപ്രഖ്യാപനം വന്നല്ലേ, കൃത്യമായി ആര് ഭരിക്കും എന്ന് പറയാൻ പറ്റൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ജയകുമാർ നമ്മളോടൊപ്പം ചേർന്നിട്ടുണ്ട്. കൃഷ്ണദാസ് പറയുന്നത് വേവോളം കാത്തില്ല, ഇനി നമുക്ക് 6 വോളം ഒന്ന് കാത്തിരുന്നുകൂടെ എന്നാണ്. അതൊരു നാടൻ പ്രയോഗമാണ്, പക്ഷെ നല്ല ഒരു പ്രയോഗമാണ്. നമ്മൾ ഒരു ഭക്ഷണം ഉണ്ടാക്കിയത് വേവിച്ച് കാത്തിരുന്നു, ഇനി അതൊന്ന് തണുക്കുന്നത് വരെ കാത്തിരുന്നാൽ നമുക്കത് മനോഹരമായി കഴിക്കാം എന്നാണ്. ബംഗാളിൽ BJP വരുമെന്നാണ് സുനിമോളുടെയൊക്കെ പ്രവചനം. അപ്പോൾ എന്നോടൊപ്പം കുമാർ കൊട്ടാരക്കരയിൽ നിന്ന് ചേരുന്നു. ശ്രീ കുമാർ, ബംഗാളിൽ BJP വരുമെന്നുള്ള എക്സിറ്റ് പോൾ വിശ്വസിക്കുന്നുണ്ടാവും അല്ലേ? വിശ്വസിക്കുന്നുണ്ട്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം വരും എന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ അതിൽ 3 സീറ്റിൽ നിന്ന് 77-ലെത്തിയല്ലോ. കാര്യം അത് ഭരണം പിടിക്കാനുള്ള. കേരളത്തിലെ എക്സിറ്റ് പോൾ ഫലങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? കേരളത്തിലെ എക്സിറ്റ് പോൾ ഫലം ഞാൻ ആദ്യം മുതലേ വിചാരിച്ചിരുന്നതെന്ന് പറഞ്ഞാൽ ഒരു 75 സീറ്റോടുകൂടി ഇടതുപക്ഷം തന്നെ വീണ്ടും വരും എന്നാണ്. പക്ഷെ ഇന്നലത്തെ എക്സിറ്റ് പോൾ കണ്ടപ്പോൾ അതിന് കുറച്ച് വ്യതിയാനമുണ്ട്. പക്ഷെ എന്നാൽ തന്നെ 70-ൽ അടുത്ത് വരുന്നു. ഒരു പക്ഷേ ചില മണ്ഡലങ്ങളിൽ ചെറിയ വോട്ടിന് അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് ഒരു പക്ഷേ ഇടതുപക്ഷം മാജിക് നമ്പർ മറികടന്നു. അതാ ഞാൻ ചോദിക്കുന്നു ശ്രീ KG കുമാർ, ഈ BJPക്കാരിലെ ചില നമ്മുടെ പ്രേക്ഷകരൊക്കെ ഇടതുപക്ഷം വരും എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? കോൺഗ്രസ് മുക്ത് ഭാരത് ആണ് സ്വപ്നം കാണുന്നത് അല്ലേ, അതുകൊണ്ടാണ്? അതല്ല നമ്മള് പാർട്ടി ഏതായാലും ഈ ചില കാര്യങ്ങൾ നമ്മൾ നല്ലതാണെന്ന് സമ്മതിക്കണം. കാര്യം ഈ വികസന പ്രവർത്തനങ്ങളുടെ കാര്യത്തിൽ UDF-നെക്കാട്ടി എത്രയോ കാര്യങ്ങൾ ഇവർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ്, അല്ലാതെ നമ്മൾ അതുകൊണ്ട് നോക്കി പറയില്ല എന്നർത്ഥം അല്ലേ? അല്ല, രാഷ്ട്രീയം നമുക്ക് ഉണ്ടെങ്കിൽ പോലും നമ്മൾ ചില കാര്യത്തിൽ നിഷ്പക്ഷത പറയാൻ തയ്യാറാകണം. കാര്യം പിന്നെ അത് വെറുതെ കുറ്റം പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ട്. ചില ആൾക്കാരെന്ന് പറഞ്ഞാൽ അതാണ് ഇത്. എന്തെല്ലാം കാര്യങ്ങൾ നരേന്ദ്രമോദി ചെയ്താലും അവര് കുറ്റം മാത്രമേ കണ്ടെത്തത്തുള്ളൂ. നമ്മൾ അങ്ങനെയല്ല. ഈ ഇടതുപക്ഷ സർക്കാരിൽ ഒരുപാട് പ്ലസ് പോയിന്റുകളുണ്ട്. തീർച്ചയായിട്ടും അത് ഇതിൽ പറയാനുള്ള സമയം ഇല്ല. അതുകൊണ്ട് വ്യക്തമായി അറിയാം. അപ്പോൾ സുനിമോൾ എന്നോട് പറയുന്നുണ്ട് എക്സിറ്റ് പോളിനെ കുറിച്ച് പറയുന്നുണ്ട്. കൃഷ്ണദാസ് എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. അപ്പോൾ ബംഗാളിൽ BJP വരുമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. തമിഴ്നാട്ടിൽ മികച്ച പ്രകടനം, കേരളത്തിൽ പുതിയ അക്കൗണ്ട് BJPക്ക് എന്നൊക്കെ ആളുകൾ BJP വലിയ ആവേശത്തിലും പ്രതീക്ഷയിലും ഒക്കെ ആണ്. അപ്പോൾ എന്നോടൊപ്പം നമ്മുടെ സുധീർ ചേരുന്നുണ്ട് തൃത്താലയിൽ നിന്ന്. സുധീർ, ചുരുങ്ങിയ വാക്കുകളിൽ സുധീർ ഈ എക്സിറ്റ് പോളിനെ വിശ്വസിക്കുന്നത് ഉണ്ടെങ്കിൽ എന്തുകൊണ്ട്?
എക്സിറ്റ് പോളിന് വിശ്വസിക്കുക, പക്ഷേ ഒരു ഏകപക്ഷീയമായിട്ടാണ് എക്സിറ്റ് പോൾ എല്ലാതും വന്നിരിക്കുന്നത്. കേരളത്തിൽ ഇപ്പൊ ഒരു ഇടത് തരംഗത്തിന് വരാൻ സാധ്യത. പക്ഷെ പിന്നെ UDF തരംഗം വരണമെങ്കിൽ ന്യൂനപക്ഷ ഏകീകരണം, സംഘടിത ന്യൂനപക്ഷ ഏകീകരണം വേണം. അല്ലാണ്ട് ഇപ്പൊ മറ്റുള്ള സാധാരണ ഒരു ഭരണവിരുദ്ധ വികാരമൊന്നും ഇല്ല. സംഘടിത ന്യൂനപക്ഷ ഏകീകരണം എന്നാണ് താങ്കൾ പറയുന്നത്. അങ്ങനെ ഉണ്ടോന്നറിയില്ല. ഉണ്ടെങ്കിൽ മാത്രമേ UDF ജയിക്കാനുള്ള സാധ്യതയുള്ളൂ. അല്ലെങ്കിൽ താങ്കളുടെ അഭിപ്രായം കൃത്യവുമാണ്. അപ്പൊ നമ്മുടെ ഡേവിഡ് വിജയ് ഉണ്ട് പള്ളുരുത്തിയിൽ നിന്ന്. ശ്രീ ഡേവിഡ് വിജയ്. പള്ളുരുത്തിലല്ല, ജാംനഗറിലാണ്. ജാംനഗർ. അവിടെ എത്തിയോ? യെസ്. ഞാൻ വിചാരിച്ച ഇതൊക്കെ ആയതുകൊണ്ട് ചൂടൊക്കെ മാറി, എന്നാലും ഞാൻ പറയുന്നത് ചൂടൊക്കെ ആയതുകൊണ്ട് ഇവിടെ തന്നെ ആയിരിക്കും. അങ്ങോട്ട് പോകും. അവിടെ നിൽക്കാൻ നിർത്തിയില്ല, അതുകൊണ്ടല്ലേ അങ്ങോട്ട് വെച്ച് പിടിച്ചത്. അപ്പൊ പക്ഷെ ഡേവിഡ് വിജയ് അങ്ങോട്ട് പോയപ്പോ ഇവിടെ മഴ പെയ്തു. പക്ഷെ അതിൽ കാര്യമൊന്നുമില്ല, വല്ലാത്ത കഷ്ടമാണ് അവിടുത്തെ കാര്യം. അതുകൊണ്ടല്ലേ ഞാൻ അവിടെ നിന്ന് എങ്ങനെയെങ്കിലും കാര്യമാക്കിയത്. ജീവനും കൊണ്ട് ഇങ്ങോട്ട് പോകുന്നത്. അതുപോലെ ആയിരുന്നു. ഇത് പുറത്തിറങ്ങാൻ നിവൃത്തിയില്ലാത്ത മാതിരിയാണല്ലോ. ഇവിടെ അങ്ങനെയല്ല, കുറച്ചുകൂടി കംഫർട്ടബിൾ ആണ്. അതല്ലേ? എങ്ങനെയുണ്ട് എക്സിറ്റ് പോൾ ഫലങ്ങളൊക്കെ കേൾക്കുമ്പോൾ ശ്രീ ഡേവിഡ് വിജയ്ക്ക് എന്ത് തോന്നുന്നു? ഇതൊക്കെ ഒരു എക്സിറ്റ് പോൾ ഫലങ്ങൾ എന്ന് പറയാൻ പറ്റില്ല. കാരണം ഇപ്പൊ പ്രസന്റ് ഗവൺമെന്റിന്റെ ആ ക്ഷേത്രവും ശബരിമല കൊള്ളയൊക്കെ കാരണം അത് സ്വല്പം ഭരണവിരുദ്ധ വികാരം ഉണ്ട്. അതുകൊണ്ടാണ് ഈ എക്സിറ്റ് പോളുകൾ ഇങ്ങനെ കടന്നുകൊണ്ട് പറയുന്നത് വലതു മുന്നണി വരും, മറ്റേ കോൺഗ്രസ് വരും എന്നൊക്കെ. പക്ഷെ പ്രതീക്ഷിക്കുന്നത്ര വലിയൊരു മൈലേജ് അവർക്ക് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇത്തവണ 2020 BJPയും കൂടി NDAയിൽ ചേർന്നിട്ടുണ്ട്. അതിൻ്റെതായ ഒരു ക്ഷീണം CPMന് വരില്ല. കാരണം കമ്മ്യൂണിസ്റ്റ് വോട്ടുകൾ അവരൊരിക്കലും പുറത്തു പോവില്ല. അതുകൊണ്ട് നേരിയ വല്ല ഭൂരിപക്ഷവും കിട്ടിയേക്കാന്ന് മാത്രമേ ഉള്ളൂ. BJP ഒരു പ്രബലമായ NDA 2020 ഒക്കെ ഒരു പ്രബലമായ ശക്തിയായിട്ട് തന്നെ വരുന്നുള്ളതാണ് എന്റെ കാൽക്കുലേഷൻ. ശരി. അപ്പൊ ജാംനഗറിലെ നമ്മുടെ അവിടുത്തെ അയൽവാസികൾ, അവർക്ക് മലയാളം അറിയൊന്നുമില്ല എങ്കിലും നമ്മുടെ പൊതുവേദിയെ പറ്റിയിട്ട് ആശംസകളൊക്കെ അറിയിക്കണം. ജാംനഗറിലെ കുടുംബാംഗങ്ങൾ മലയാളികളൊക്കെ ഉണ്ട്. മലയാളികളില്ലാന്നാരാ പറഞ്ഞു? മലയാളികൾക്ക് അസോസിയേഷനും ഉണ്ട്, സർവത്ര സംഘടനകളും ഉണ്ട് ഇവിടെ. അല്ല, അയൽക്കാരൊക്കെ മലയാളികൾ തന്നെയാണോ അവിടെ? എന്റെ തൊട്ട് മുകളിൽ തന്നെ വർക്കലക്കാരനാ ഒരാള്. അപ്പൊ വർക്കലക്കാരനെയൊക്കെ നമ്മുടെ ആശംസകളൊക്കെ അറിയിക്കണം. ഇവിടെ എല്ലാവരും ഉണ്ട്. ഇവിടെ മലയാളികൾ അങ്ങനെ കുറവൊന്നുമില്ല. നല്ല ടോപ്പ് പൊസിഷനിലൊക്കെ ഇരിക്കുന്നവര് കംപ്ലീറ്റ് എയർലൈൻസിലും മറ്റേ നയാരയിലും നിറച്ച് കമ്പനികളിലും ഒക്കെ ഇവിടെ മലയാളികളാണ്. പിന്നെ അറിയപ്പെടുന്നുണ്ട്. ഫ്ലൈറ്റിൽ തന്നെ എത്ര പേരായിരുന്നു നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്. ഞാൻ ഡയറക്റ്റ് ഫ്ലൈറ്റ് കിട്ടാതെ ജാംനഗറിൽ അല്ലാണ് രാജ്കോട്ടിൽ ഇറങ്ങി വളരെ വിഷമിച്ചിട്ടാണ് ഇന്നലെ അർദ്ധരാത്രിയോടുകൂടി വീട്ടിലെത്തിയത്. അത് വിഷമിക്കാൻ രാത്രിയായോ? ലേറ്റ് ആയി പോയോ? അല്ലല്ല, അവിടെ ഇവർക്ക് ഡയറക്റ്റ് ഫ്ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ അവിടെ ചെന്ന് ഇവിടെ എന്താ സ്ഥലത്തിന് രാജ്കോട്ടിൽ ഇറങ്ങി. രാജ്കോട്ടിൽ നിന്ന് പിന്നെ ഒരു ഇതിലാണ്ട് ടാക്സി പിടിച്ച് 1.5 മണിക്കൂർ രാത്രി 11 മണിക്കൂർ വീട്ടിലെത്തി. കംപ്ലീറ്റ് റഷാണ് ഇങ്ങോട്ട്. ഇവിടെ മലയാളികൾ ഇല്ലാന്നേ. നമ്മുടെ ധാരാളം മലയാളികൾ ജാംനഗറിലുണ്ടെന്നാണ്. ജാംനഗറിലുണ്ട്, രാജ്കോട്ടിലുണ്ട്, അഹമ്മദാബാദിലുണ്ട്, എല്ലാ സ്ഥലത്തും ഉണ്ട്. കാരണം അവിടെ ഇരുന്നാലേ അഷ്ടി കഴിയില്ല. അകത്തേക്ക് വല്ലതും ചെല്ലണ്ടേ കുടുംബം. ശരി. അപ്പൊ ഞാൻ അവിടെ വന്നപ്പോഴും ഞാനും കുറെ മലയാളികളെയൊക്കെ കണ്ടു, മലയാളി അസോസിയേഷനെ കണ്ടു. ഞാൻ ഗുജറാത്ത് ഇലക്ഷൻ ഒക്കെ കവർ ചെയ്യാൻ അവിടെ എല്ലാം വന്നിരുന്നു. സൂററ്റിലും സൂററ്റില് മലയാളികളായിട്ടുള്ള കൗൺസിലർ വരെ ഉണ്ട് അവിടുത്തെ സൂറത്ത് മുനിസിപ്പാലിറ്റിയിൽ. ഞാൻ നമ്മുടെ അവിടെ ആനന്ദിലേക്ക് പോയി. അങ്ങനെ അമൂലിന്റെ ഇത് കണ്ടു. അവിടുത്തെ ഒരു PRO ഒരു മലയാളിയായിരുന്നു. അങ്ങനെ ഒരുപാട് നല്ല അനുഭവങ്ങൾ. അങ്ങനെ അപ്പൊ ശരി. അപ്പൊ താങ്ക് യു സോ മച്ച് അവിടെ നിന്ന് വിളിച്ചതിൽ. മുരളി എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. ഏത് ഭരണം വന്നാലും പൊതുജനങ്ങൾക്ക് എന്ത് നേട്ടം എന്ന് വെച്ചാൽ അങ്ങനെ ചിന്തിക്കരുത് മുരളി. ഒരിക്കലും നമ്മളതൊരു നെഗറ്റീവ് ചിന്താഗതി. ആര് ഭരിച്ചാലും എനിക്കെന്ത്. നോക്കൂ, സ്വാതന്ത്ര്യം കിട്ടിയ ഒരു ഇന്ത്യ എങ്ങനെയായിരുന്നു? നമ്മൾ എത്രത്തോളം മാറി. നമുക്ക് ശരിയായൊരു ഇൻവോൾവ്മെൻറ്റ് ഉണ്ടാകും തോറും ആ മാറ്റത്തിൻ്റെ വേഗത കൂടും. ആര് വന്നാലും നമുക്കെന്ത് എന്ന നിലപാടല്ല. നമുക്ക് ഒരു നിലപാടുണ്ടാകണം. ആ ആളുകളെ കൊണ്ടത് ചെയ്യിക്കണം. എന്തെങ്കിലും നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതൊരു സർക്കാരിനെ കൊണ്ട് ചെയ്യിക്കാനുള്ളൊരു ഇച്ഛാശക്തി നമുക്കുണ്ടാകണം. അത് എപ്പോഴും ഒരു സംഘർഷഭരിതമാകണമെന്നില്ല. ഇപ്പോൾ പൊതുവേദിയിൽ പോലും നമ്മൾ പ്രതികരിക്കുമ്പോൾ അത് പല ആളുകളും കേൾക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതെന്തുകൊണ്ടാണ്? അപ്പോൾ ആ ഒരു പ്രതികരണത്തിന് ഒരു ശക്തിയുണ്ട്. ആ ശക്തി ആണ് പതുക്കെ
ഈ സമൂഹത്തെ ചലിപ്പിക്കുന്നത്. അത് മാറ്റുകയാണ്. ഇത് കേൾക്കുന്ന ആളുകൾക്ക് ഇതൊരു പൊതുബോധം ഡെവലപ്പ് ചെയ്യുകയാണ്. അങ്ങനെയാണ് ഇത് മാറുന്നത്. അപ്പോൾ ആര് വന്നാലും എന്തു വന്നാലും ആ നിലപാട് ശരിയല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ആര് വന്നാലും നമുക്കെന്ത് നേട്ടമെന്നോ നമുക്ക് എത്രയോ നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ 1970കളിലെ സാഹചര്യമാണോ ഇന്നത്തെ സാഹചര്യം? നമ്മൾ ഒരു ആകാശത്തോടെ ഒരു വിമാനം പോകുമ്പോൾ അന്തം വിട്ട് നോക്കി നിന്നവർ, ഒരു നാട്ടിൻപുറത്തൊരു കാറ് വന്നാൽ അതിൻ്റെ പുറകെ ഓടിയവർ, ഒരു വീട്ടിൽ ടെലിഫോൺ ഉണ്ടെന്നത് അത്ഭുതത്തോടെ കണ്ടുതിരുന്നവർ, ടി വി എന്നത് മഹാ അത്ഭുതമാണെന്ന് വിശ്വസിച്ചൊരു ജനം, റേഡിയോ പോലെ ഒരിക്കലും ടി വി ആകില്ലെന്ന് പറഞ്ഞവർ, കമ്പ്യൂട്ടർ എന്താണെന്ന് ഒരിക്കൽ പോലും ചിന്തിക്കാത്തവർ, കമ്പ്യൂട്ടർ സ്വന്തമായി വാങ്ങാൻ കഴിയുമെന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാത്തവർ, അവിടുന്നൊക്കെ നമ്മൾ എത്ര മാറി ഇന്ന് ഓരോ സാധാരണക്കാരനും കേരളത്തിൽ വാഹനമില്ലാത്ത ആളുകളുടെ എണ്ണം വളരെ കുറവാണ്. അതാണ് ഇപ്പോൾ നമ്മൾ ആ നിലയിലേക്ക് മാറുകയാണ് രാജ്യവുമൊക്കെ. അപ്പോൾ ആര് വന്നാലും അങ്ങനെ നമുക്ക് ഗുണമില്ലെന്നല്ല, ആര് വന്നാലും നമ്മളും നേട്ടം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ LDF വരണമെന്ന് BJPയുടെ ആഗ്രഹമാണ് KG കുമാറിൻ്റെ വാക്കുകളിൽ ഉള്ളത്. BJP CPIM കൂട്ടുകെട്ടിനെ മറികടന്ന് ഭരണമാറ്റമുണ്ടായാൽ അത് കോൺഗ്രസിൻ്റെ വിജയം തന്നെയാണ് എന്ന് എന്നോട് സദാശിവൻ നായർ പറയുന്നു. സദാശിവൻ നായർ പറഞ്ഞ ആ കാര്യം ഞാനും നേരത്തെ തൊട്ട് വാച്ച് ചെയ്തു. നമ്മുടെ ബാലകൃഷ്ണൻ വടകര ഇന്നിപ്പോൾ നമ്മുടെ ജാംനഗറിൽ നിന്ന് വിളിക്കുമ്പോഴും ഒക്കെ നമ്മുടെ പ്രേക്ഷകരൊക്കെ പറയുന്നു അവരൊക്കെ BJP സ്വല്പം അനുകൂലം നിലപാടുള്ളവരാണ്. അപ്പോൾ ഡേവിഡ് വിജയൊക്കെ BJP അനുകൂല നിലപാടുള്ള ആളുകളൊക്കെ CPM വരുമെന്നാണ് പറയുന്നത്. അപ്പോൾ അത് CPM കൂട്ടുകെട്ടുള്ളത് കൊണ്ടല്ല, അവർക്ക് തോന്നുന്നത് അവർ പറയുന്നു എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ല ഇപ്പോൾ ഇവർ കൂട്ടുകെട്ടുള്ളത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. ഏതായാലും സദാശിവൻ നായരുടെ ആരോപണം അങ്ങനെയുണ്ട്. ഡേവിഡ് വിജയൻ്റെ സൗണ്ടും സംസാരിക്കുന്ന സ്റ്റൈലും ഗംഭീരമായിട്ടുണ്ടെന്ന്. അദ്ദേഹം നമ്മുടെ വളരെ കാലമായിട്ട് നമ്മുടെ പൊതുവേദിയുടെ ഒരു സ്ഥിരം പ്രേക്ഷകനാണ്. അപ്പോൾ സ്വർണ്ണലത നമ്മുടെ സ്ഥിരം പ്രേക്ഷകയാണ്. അപ്പോൾ സ്വർണ്ണലത വന്നിട്ടുണ്ട്. സ്വർണ്ണലതയ്ക്ക് എൻ്റെ ആശംസകൾ. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പ്രേക്ഷകയാണ്. നമ്മുടെ യൂട്യൂബിൽ എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. UDF അധികാരത്തിൽ വരും, വിജയകാരണം പിണറായി വിജയൻ എന്നാണ് പറയുന്നത്. എല്ലാ ഫ്ലെക്സ് ബോർഡിലും UDFന് ജയിപ്പിക്കാൻ മറ്റാരുണ്ട് ഞാനല്ലാതെ എന്നാണ് പറയുന്നത്. ഏതായാലും എനിക്ക് 2 ചുവന്ന ഹൃദയമൊക്കെ അയച്ചു തന്നിട്ടുണ്ട്. ഓക്കെ, സ്വർണ്ണലതയ്ക്കും എൻ്റെ 4 ചുവന്ന ഹൃദയങ്ങൾ ഞാൻ അങ്ങോട്ട് തരുന്നു. സുനിൽകുമാർ ഡേവിഡ് വിജയെ പുകഴ്ത്തുന്നു, ഉള്ളത് തുറന്നു പറയുന്ന ആളാണെന്ന് പറയുന്നു. CPMൻ്റെ കനൽ നഷ്ടപ്പെട്ട ഗോവിന്ദൻ കോമഡി പീസായി മാറി. അങ്ങനെ നമ്മൾ പറയാം. ഗോവിന്ദൻ മാഷ് ആള് അങ്ങനെ ഒരു താത്വിക ആചാര്യൻ തന്നെയാണ് അദ്ദേഹം. അപ്പോൾ മുരളീധരൻ നായർ MN നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണ്, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ആളാണ്. നമസ്കാരം മനു എന്ന് പറഞ്ഞ് എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. ശാന്തകുമാരി ചേച്ചി വന്നിട്ടുണ്ട്. എക്സിറ്റ് പോൾ എന്തു തന്നെ ആകട്ടെ, ആരായാലും ഭരണത്തിൽ വന്നോളട്ടെ, ഒറ്റ പ്രാർത്ഥന മാത്രം, പിണറായി എന്ന ഇനി മുഖ്യമന്ത്രി ആക്കരുതെന്ന്. 10 വർഷത്തെ അഴിമതി ദുർഭരണം മടുത്തു എന്നാണ് പറയുന്നത്. നോക്കാം. അപ്പോൾ പലരും പക്ഷേ അദ്ദേഹത്തെ പൊഴുത്തുന്നവരുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ രാജ്ഗോപാലൻ K എന്നോട് പറയുന്നത് എക്സിറ്റ് പോൾ വിശ്വസിക്കരുത്. കാരണം എന്താണെന്നോ, എൻ്റെ പരിസരവാദികളോട് എൻ്റെ പഞ്ചായത്തിൽ പോലും ഒരാളോടും ഒരു ചോദ്യവും ചോദിച്ചിട്ടില്ല. പിന്നെ എങ്ങനെ നമുക്ക് ഈ എക്സിറ്റ് പോളുകളെ വിശ്വസിക്കാം? അപ്പോൾ എക്സിറ്റ് പോളിന് ഇതൊക്കെ കൊടുത്ത ആരാന്ന് ആർക്കും അറിയില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ എന്നോട് ഇപ്പം വേറെ ചില ആളുകൾ ചേരുന്നുണ്ട്. മൈക്കിൾ ഇടുക്കിയിൽ നിന്ന്. മൈക്കിൾ, നമുക്ക് കുറച്ച് പ്രേക്ഷകർ അധികം ഉള്ളതുകൊണ്ടാണ് ചുരുങ്ങിയ വാക്കുകളിൽ എക്സിറ്റ് പോളിനെ മൈക്കിൾ മുഖവിലേക്ക് എടുക്കുന്നുണ്ടോ? സാറേ, ഞാൻ എക്സിറ്റ് പോൾ, സാറേ നമസ്കാരം. എക്സിറ്റ് പോൾ വിലയ്ക്ക് എടുക്കുന്നുണ്ട്. പക്ഷെ എന്ത് വിലയൊക്കെ എടുത്താലും ഇടതുപക്ഷം 82, 85. ഞാൻ ഇലക്ഷന്റെ പിറ്റേ ദിവസം പറഞ്ഞ. അതെ, എനിക്ക് ഓർമ്മയുണ്ട്. മൈക്കിൾ ഇടതുപക്ഷത്തിന്റെ വിജയമാണ് അന്ന് തൊട്ടേ പ്രെഡിക്റ്റ് ചെയ്യുന്നത്. 82, 85 ഉറപ്പായിരിക്കും. കാരണം നമ്മുടെ നമ്മുടെ കേരളീയന് ഒരു മലയാളി ആവശ്യമായ ഭരണ സംവിധാനങ്ങള് ഭരണങ്ങള് നടത്തുന്ന ആളുകളാണ്. അതുകൊണ്ടാണ് ഇടതുപക്ഷത്തെ ആ രീതിയിലേക്ക് ഞാൻ പറയുന്നത്. UDF വരുന്നെങ്കിൽ ഞാൻ ഇപ്പോഴേ പറയുന്നു, 5 വർഷം നമുക്ക് ഇരുണ്ട കാലം എന്ന് പറയുന്നില്ലേ, അത് തന്നെയായിരിക്കും. ഇപ്പോഴേ ഞാൻ പറയുന്നു, എഴുതി വെക്കുന്നു. ശരി, അനുഭവം, ജീവിത അനുഭവമാണ്. ശരി, ഓക്കെ. ശ്രീ മൈക്കിളിന്റെ പ്രതികരണം അതാണ്. അപ്പോൾ എന്നോടൊപ്പം ശ്രീ ദിവാകരൻ തലശ്ശേരിയിൽ നിന്ന്. ശ്രീ ദിവാകരൻ, വളരെ ചുരുങ്ങിയ വാക്കുകളിൽ, നമുക്ക് സമയം അധികം ഇല്ലാത്ത. ദീർഘകാലത്തെ ഭരണ പാരമ്പര്യമുള്ള നല്ല ഭരണം കാഴ്ചവെച്ചതാണ്. അതായത് അക്ഷീണ പരിശ്രമത്തിന്റെ ഫലമായിട്ടാണ് കോൺഗ്രസ്സുകാർ അക്ഷീണ പരിശ്രമത്തിന്റെ ഫലമായിട്ടാണ് ഞങ്ങൾക്ക് ഫ്രീഡം കിട്ടിയത്. ബ്രിട്ടീഷുകാരുടെ ഇവിടുന്ന് തുരത്തം കാരണം അവര് UDF കേരളത്തിലും നല്ല ഭരണം 5 കൊല്ലം അഥവാ അവർക്ക് കിട്ടുമെങ്കിൽ നല്ല ഭരണം, എഡ്യൂക്കേറ്റഡ് ഉള്ള കൂട്ട യൂണിറ്റി സ്ട്രെങ്ത് ആയിട്ട് നല്ല ഭരണം, ഷുവർലി ഒപ്പോ സേർട്ടൻലി ഇന്ത്യയിൽ നല്ല ഭരണം എന്തായാലും കാഴ്ചവെക്കും. അവര് 10 കൊല്ലം പഠിച്ചതാ, അവർക്ക് മനസ്സിലായി. അവര് ഒത്തൊരുമയോട് കൂടിയിട്ട് മുഖ്യമന്ത്രി ആരാന്നുള്ള തീരുമാനമാക്കിയിട്ട് നല്ല ഭരണം എന്തായാലും കാഴ്ചവെക്കും. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പൊ
എന്നോടൊപ്പം തങ്കച്ചൻ കോട്ടയത്ത് നിന്ന് ചേരുന്നു. ശ്രീ തങ്കച്ചൻ, വളരെ ചുരുങ്ങിയ വാക്കുകളിൽ, സമയം ഇങ്ങനെ അതിക്രമിക്കുന്നുണ്ടോ? നമസ്കാരം സാർ. നമസ്കാരം. എക്സിപ്പോൾ എങ്ങനെയായാലും വേണ്ടില്ല, UDF തീർച്ചയായിട്ടും അധികാരത്തിൽ വരും. കാരണം ദുർഭരണം അവസാനിപ്പിക്കണമെന്നും ജനങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു. നേരത്തെ 5 വർഷം 6 വർഷം മുമ്പേ തീരുമാനിച്ചു. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം എങ്ങനെയോ പറ്റിപ്പോയി, കോൺഗ്രസിന്റെ പിഴവുകൊണ്ട് പറ്റിപ്പോയി. പക്ഷെ ഇപ്പോൾ ജനം തീർച്ചയായിട്ടും മനസ്സിലാക്കിയിട്ടുണ്ട് ദുർഭരണം മാറണം. പക്ഷെ BJP-ക്കാരെ ഭരണത്തിനാണ് വരുന്നത്, LDF അധികാരത്തിൽ വന്നു. അപ്പോൾ ഇവർ പറഞ്ഞ കോൺഗ്രസ്സുകാരെ പറഞ്ഞ ഡീലൊക്കെ ഉണ്ടാകുന്നുണ്ടല്ലേ പറയുന്നത്. അതിലുപരിയായിട്ട് നമുക്ക് നേരത്തെ തന്നെ നരേന്ദ്രമോദി പറഞ്ഞിട്ടുണ്ടോ കേരള മുക്ത അല്ല ഇന്ത്യ, കോൺഗ്രസ് മുക്ത ഇന്ത്യ എന്ന്. ഇന്ത്യ അങ്ങനെ ഒരു ഭരണമൊന്ന് തീർച്ചയായിട്ടും BJP-ക്കാർ മനസ്സിൽ കണക്കൂട്ടിക്കൊണ്ട് കേരളത്തെയും കോൺഗ്രസിന്റെ നിശ്ചയമായിട്ടുള്ള ഒരു ഭാരതിന് വേണ്ടിയും ചില നീക്കങ്ങൾ നടന്നെന്നാണ് ശ്രീ തങ്കച്ചൻ പറയുന്നത് അല്ലേ? സംശയമില്ല, കാര്യത്തിൽ തർക്കമില്ല. കാരണം ഇവ ഡീലുണ്ടെന്ന് നേരത്തെ തന്നെ എല്ലാവരും പ്രഖ്യാപിച്ചു കഴിഞ്ഞല്ലോ. ആ ഒരു രീതി വരുമ്പോൾ തീർച്ചയായിട്ടും കോൺഗ്രസിന് അധികാരത്തിൽ വരണം. തീർച്ചയായിട്ടും നമ്മളുടെ കോൺഗ്രസ് ആണ് നമ്മൾ പറയേണ്ടത്. ഈ പിണറായി വിജയന്റെ അഴിമതി ഭരണം ദുർഭരണത്തിനെതിരെ തീർച്ചയായിട്ടും ജനം ജനങ്ങൾ മോശമുള്ള ജനങ്ങളുടെ, അതായത് വോട്ട് ചെയ്യാതിരുന്ന ആൾക്കാർ പോലും പോയി വോട്ട് ചെയ്യാൻ ഇറങ്ങി. ഈ ദുർഭരണം അവസാനിപ്പിക്കണം, മനുഷ്യന് സ്വസ്ഥമായിട്ട് ജീവിക്കണം. താങ്കളുടെ അഭിപ്രായം. സമയക്കുറവ് കൊണ്ടാണ് ഉണ്ണി എന്നോടൊപ്പം ചേരുന്നത് കോട്ടയത്താണ്. ഉണ്ണി, കോട്ടയത്തൊക്കെ ഭയങ്കര മഴയല്ലേ ഉണ്ണി? ശ്രീ ഉണ്ണി, ഇന്നലെ വൈകിട്ട് മഴ ഉണ്ടായിരുന്നു, കനത്ത മഴ. ഞാൻ മരമൊക്കെ ഒടിഞ്ഞ് അവിടെ ഇവിടേക്ക് വീഴുന്നു. അതെ അതെ, പൊതുവായിട്ടുള്ള പ്രശ്നങ്ങളാണ്. കോട്ടയത്തുകാർക്ക് വലിയ സന്തോഷമായി കാണണം അല്ലേ? കുഴപ്പമില്ലെന്ന് പറയാം. പക്ഷെ ഈ ഇലക്ഷൻ ഇപ്പൊ റിസൾട്ട് വരുന്നതിന്റെ ഒരു ചെറിയ ചൂടുണ്ട്. ആ ചൂടിലാണ്, ഇപ്പൊ തെരഞ്ഞെടുപ്പ് ചൂടിലാണ്. ഉണ്ണി പ്രതീക്ഷിക്കുന്നത് ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ തകിടം മറിയോ, അതോ എക്സിറ്റ് പോൾ ഫലങ്ങൾ വൻ വിജയമാകുമോ? എക്സിറ്റ് പോളുകൾ ചിലത് യാഥാർത്ഥ്യത്തോടെ അടുത്ത് നിൽക്കുന്നതാണ്. അപ്പൊ എന്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് BJP-ക്ക് ഒരു 10 സീറ്റെങ്കിലും കിട്ടി ഈ രണ്ടുപേരും ഒന്ന് വരുതിക്ക് നിർത്താൻ പാകത്തിന് BJP കൂടെ ആരും 10 സീറ്റ് പറയുന്നില്ല. ഏറ്റവും കൂടുതൽ 7 തൊട്ട് 10 വരെ പറയുന്ന പോളുകളും ഉണ്ട്. എനിക്ക് തോന്നുന്നു പീപ്പിൾസ് പൾസ് ആണെന്ന് തോന്നുന്നു. അതില് അപ്പൊ BJP-ക്ക് അങ്ങനെ കിട്ടുവാണെങ്കിൽ എനിക്കൊന്ന് ഈ 2 കക്ഷികളെയും കൂടെ ഒന്ന് വരുതിക്ക് നിർത്താൻ കഴിയുമെന്നാണ് തോന്നുന്നത്. കാരണം ഇവർ രണ്ടുപേരും BJP-യുടെ മേളിൽ പടിചാരി രക്ഷപ്പെടാനോ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ മൂലയിടം. തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് ഇപ്പോഴത്തെ MLA. അദ്ദേഹം തന്നെ വരുമെന്നാണ് തോന്നുന്നത് ഈ പ്രാവശ്യം. പക്ഷേ BJP-ക്ക് ഒരു 10 സീറ്റ് കിട്ടുവാണെങ്കിൽ കുറച്ചുകൂടെ നന്നായിട്ടിരിക്കുമെന്ന് തോന്നുന്നു. ഓക്കെ, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പോൾ സതി ബാബുരാജ് എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയാവുന്ന പോലെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പ്രേക്ഷകയാണ് സതി ബാബുരാജും അവരുടെ ഫാമിലിയും. അപ്പോൾ നമസ്കാരം മനു എന്ന് പറയുന്നുണ്ട്. ഓൾ ഓഫ് ദം വെൽ ഇൻ യുവർ ഹൗസ് ബിലീവ് BJP വിൽ വിൻ സം സീറ്റ്സ്. അപ്പോൾ എൻ്റെ വീട്ടിൽ എല്ലാവർക്കും സുഖമാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ എവരിബഡി ഈസ് കീപ്പിംഗ് ഫൈൻ. BJP വിജയിക്കുമെന്നാണ് സതി ബാബുരാജിൻ്റെ പ്രതീക്ഷ. അപ്പോൾ പ്രതീക്ഷ നമുക്ക് ഏതായാലും വോട്ടെണ്ണി കഴിയുമ്പോൾ വളരെ കൃത്യമായി അറിയാൻ കഴിയും. അപ്പോൾ എന്നോടൊപ്പം നമ്മുടെ ഉണ്ണി പറഞ്ഞതിനെക്കുറിച്ച് ഷിജു ചിരിക്കുന്നുണ്ട്. നമസ്കാരം എന്ന് പറയുന്നു മുരളീധരൻ നായർ MLA. പകൽക്കിനാവ് കണ്ടുറങ്ങിയോ എന്നൊക്കെ ചിലരൊക്കെ ചോദിക്കുന്നുണ്ട്. ആരാണാവ് പകൽക്കിനാവ്? CPM അണികളുടെ വോട്ട് സ്പ്ലിറ്റായി UDF ജയിക്കും, BJP-യിലേക്കും പോകും എന്ന് എന്നോട് SS പറയുന്നുണ്ട്. അതെന്താണ്, എങ്ങനെയാണ് SS-ന് അങ്ങനെ ഒരു കണ്ടുപിടുത്തം കിട്ടിയെന്നറിയില്ല. ഗോമാതാജി പറയുന്നത് 60 സീറ്റ് കിട്ടിയാൽ BJP തന്നെ UDF ജയിച്ച സ്ഥാനാർത്ഥികൾ ക്യാഷ് കൊടുത്ത് LDF-ലേക്ക് പുഷ് ചെയ്യുന്നവർ എന്തൊക്കെയോ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ സെബീന സുൽഫി നമ്മുടെ സ്ഥിരം പ്രേക്ഷക എന്നോടൊപ്പം ചേർന്നുണ്ട്. ഭരണമാറ്റം എന്നതിനേക്കാൾ ഉപരി നേതൃമാറ്റമാണ് ജനങ്ങൾ കൂടുതൽ ആഗ്രഹിക്കുന്നത് എന്നും പറയുന്നു. സുബൈർ തൃശ്ശൂരിൽ നിന്ന്. ശ്രീ സുബൈർ, എക്സിറ്റ് പോൾ ഫലങ്ങൾ കണ്ടപ്പോൾ ശ്രീ സുബൈറിന് നല്ല സന്തോഷമായോ, അതോ ഇത് പോരായിരുന്നു, കുറെ കൂടി വലിയൊരു വിജയം ഞാൻ പ്രതീക്ഷിക്കുന്നു എന്ന നിലപാടായിരുന്നോ? അല്ല, മനസ്സാരെങ്ങനെ ഉദ്ദേശിക്കുന്നത്? ഇപ്പൊ ഇതിൽ വിശ്വാസം എന്താ? അതൊരു കുഴപ്പിക്കുന്ന ചോദ്യമാണ്. മനസ്സാറിന്റെ അഭിപ്രായം പറയാം എന്താന്നുള്ളത്. അതൊരു ചോദ്യമാണ്. മനസ്സാറിന്റെ മനസ്സിലൊരു ഐഡിയ ഉണ്ടാവുമല്ലോ, എക്സിറ്റ് പോൾ ശരിയാണോ അല്ലേ എന്നുള്ളത്. എക്സിറ്റ് പോളുകൾക്ക് ഞാൻ അതിനെ സത്യസന്ധമായി പറഞ്ഞു, ഞാനിത് വിശ്വസിക്കുന്നില്ല. അപ്പൊ ഇന്റലിജൻസ് റിപ്പോർട്ടാ ഇത്? ഞാൻ അല്ല, എക്സിറ്റ് പോൾ തന്നെയാണ് ഇന്റലിജൻസ് റിപ്പോർട്ടും കൊടുക്കുന്നത്. അല്ല, ഞാൻ സുബൈർ അവര് കണ്ടിട്ടും അവർ ചെയ്തിട്ടൊന്നല്ലോ കൊടുക്കുന്നത്. അല്ലല്ല, ഇതെന്താന്ന് വെച്ചാൽ ഇതില് മനസ്സാറിന്റെ അഭിപ്രായം പറ, ജസ്റ്റ് അത് മാത്രം പറഞ്ഞാൽ പിന്നെ അവസാനിപ്പിക്കാൻ നമുക്ക്. അതന്നെ ഞാൻ പറഞ്ഞു, എക്സിറ്റ് പോളിനെ കുറിച്ചാണോ? എക്സിറ്റ് പോളിന്റെ അതാ ഞാൻ പറഞ്ഞു, എനിക്ക് എക്സിറ്റ് പോളിൽ വലിയ വിശ്വാസമില്ല.
അതുണ്ടാവൂല. എന്തുകൊണ്ട്? അതെ, ഇപ്പൊ എന്തായാലും കോൺഗ്രസ് ഭരിക്കും. എനിക്ക് കോൺഗ്രസിനോട് ദേഷ്യമുള്ളതുകൊണ്ടല്ല, കോൺഗ്രസ് ഭരിക്കുമായിരിക്കുന്ന ഞാൻ വിചാരിക്കുന്നു. പക്ഷെ ഈ കണക്കുകൾ ഇതായിരിക്കില്ലെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ കണക്കല്ല, ഞാൻ പറഞ്ഞ 90-100 ഇടയിൽ വരും പറഞ്ഞില്ലേ. ഇത് ഞാൻ മനസ്സിലാക്കുന്നത് കോൺഗ്രസിന് വലിയ ഭൂരിപക്ഷം അല്ലെങ്കിൽ കോൺഗ്രസ് ജയിക്കുകയാണെങ്കിൽ വലിയ ജനങ്ങളൊക്കെ ഇപ്പൊ ജനങ്ങൾ കംപ്ലീറ്റ് കരിങ്കൽ തടങ്കലിലെ കിടക്കുന്നത്. ജനങ്ങൾ കംപ്ലീറ്റ് കരിങ്കൽ തടങ്കലിലെ അതിന് മോചനം കിട്ടണം. ആഗസ്റ്റ് 1947 ആഗസ്റ്റ് 5 സ്വാതന്ത്ര്യം കിട്ടിയ നമുക്ക് അല്ലെ. അന്ന് ആൾക്കാർ കുറച്ച് ഹാപ്പി ആയിരുന്നു. ഇപ്പൊ വീണ്ടും ജനങ്ങൾ ബുദ്ധിമുട്ടിലേ കിടക്കുന്നത്. അവർക്കൊരു മോചനം വേണം. 10 വർഷമായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കല്ലേ അത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. അല്ല സാറേ, അല്ല പ്രതിപക്ഷ നേതാവിന് തീരുമാനിച്ചവര് അവര് തീരുമാനിച്ചോളൂന്ന് ഇഷ്ടംപോലെ പ്രതിപക്ഷ അല്ല. അതറിയാനല്ലോ. ഇല്ല, അവർക്കാണല്ലോ ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. മുഖ്യമന്ത്രി ആരൊക്കെ ആവുന്നു? 5 കസേര വേണം, 6 കസേര വേണമെന്ന്. അപ്പൊ അതിലാരെ പ്രതിപക്ഷ നേതാവാണായിരുന്നു? പിണറായി വിജയൻ, അത് റിയാസാ. നോക്കട്ടെ, അവര് പറയട്ടെ. അല്ല, പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞാൽ അവരുടെ ഇടയിൽ ആ തർക്കം പുറത്തേക്ക് വരുന്നില്ല, അതാണ് അതിലെ വിജയം. ഇല്ല, അതെന്തുകൊണ്ട് വരാത്തത്? അവർക്ക് സ്വാതന്ത്ര്യം ഇല്ല പറയാനായിട്ട്. അടിയന്തരാവസ്ഥനെ അവരെ പാർട്ടിയുടെ ഉള്ളിൽ. കോൺഗ്രസിൽ അങ്ങനെ ഇല്ല. എന്താ അഭിപ്രായം? മുഖത്തോട് മുഖം നോക്കി പറയാം. തലയൊന്നും പോവില്ല, കയ്യും തലയും പോവില്ല. ശരി, ഓക്കെ. അപ്പോൾ നോക്കാം നമുക്ക്. ഏതായാലും സുബൈറിൻ്റെ പ്രഡിക്ഷൻസും എൻ്റെ പ്രഡിക്ഷൻസും ഒക്കെ നോക്കാം. റഷീദ് കൊയിലാണ്ടി എന്നോടൊപ്പം ചേരുന്നു. ശ്രീ റഷീദ് കൊയിലാണ്ടി. UDF പ്രവർത്തകരെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷകൾ ഇപ്പോൾ ആകാശത്തോളം ഉയർന്നിരിക്കുകയാണ്. നമുക്കറിയാലോ, ഈ 9ഓളം ഏജൻസികൾ എക്സിറ്റ് പോള് അവർ പ്രവചിച്ചിരിക്കുകയാണ് UDF അധികാരത്തിൽ വരും. അതിൽ 2 പക്ഷമില്ല. ഒരിക്കലും LDFനെ സപ്പോർട്ട് ചെയ്തിട്ട് ഒരു എക്സിറ്റ് പോൾ പറഞ്ഞിട്ടുമില്ല. ഇത് നമ്മള് തെരഞ്ഞെടുപ്പിന് മുമ്പെയും തെരഞ്ഞെടുപ്പിന്റെ അന്നും തെരഞ്ഞെടുപ്പിന് ശേഷവും ഞങ്ങൾ പറയുന്നു, കേരളത്തിൽ ഒരു ഭരണവിരുദ്ധ വികാരമുണ്ട്. അതിന്റെ തരംഗമാണ് ഈ 9 എക്സിറ്റ് പോളുകൾ. ഏതെങ്കിലും ഒരു എക്സിറ്റ് പോളിലെങ്കിലും UDF വരാൻ സാധ്യത എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ നേരത്തെ പറഞ്ഞതെല്ലാം തെറ്റായി പോരും. ഇപ്പൊ ഞങ്ങൾ പറഞ്ഞെടുത്താണ് ഉള്ളത്. അന്ന് ഞാൻ കിരണിനോട് പറഞ്ഞിട്ടുണ്ട്, UDF 90-നും 100-നും ഇടയിൽ ഭൂരിപക്ഷത്തിന് അധികാരത്തിലേറും. ആ രീതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. എന്തു തന്നെയായാലും കേരളത്തിനെ കുറിച്ച് വലിയ കാഴ്ചപ്പാടുള്ള VD സതീശന്റെ നേതൃത്വത്തിൽ, അനുഭവ സമ്പത്തും പരിചയ സമ്പത്തുമുള്ള കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെയും നേതൃത്വത്തിൽ കേരളത്തിൽ ഒരു UDF ഗവൺമെന്റ് അധികാരത്തിൽ വരികയാണ്. നമ്മൾ കേരളത്തിൽ എത്രമാത്രം വികസനം കൊണ്ടുവരുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. റഷീദ് കൊയിലാണ്ടി ഈ വൻ വിജയമൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് മുട്ടായൊക്കെ ഞാനും പ്രതീക്ഷിച്ചിരിക്കുകയാണ് റഷീദ് കൊയിലാണ്ടി വിജയിക്കുമെന്ന്. ഞാൻ കരുതട്ടെ. പറഞ്ഞതാണ്, ഇപ്പോഴും പറയുന്നു, എപ്പോഴും പറയുന്നു. ശരി, ഓക്കെ, താങ്ക് യു. അപ്പോൾ കേരളത്തിൽ BJPക്ക് മാത്രം പടക്കം മുൻകൂട്ടി വാങ്ങി വയ്ക്കാം എന്ന് പ്രമോദ് നാണു പറയുന്നു. കൃഷ്ണദാസ് പറയുന്നു, ഒരാൾക്ക് വെളിച്ചം എന്തെന്നറിയില്ല, അങ്ങനെയുള്ള വ്യക്തി പറയുന്നു വെളിച്ചം അതിമനോഹരമെന്ന്. കാഴ്ചയില്ലാത്ത ആളെക്കുറിച്ച് പറയുന്നു. ഓക്കെ, UDF 101 സീറ്റിന് കിട്ടും എന്ന് എന്നോട് യൂസർ ക്യൂ പറയുന്നു. ശശിധരൻ പിള്ള പറയുന്നു, ഒരു 68 സീറ്റ് തുല്യം കിട്ടുകയാണെങ്കിൽ 2 കൂട്ടരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ച് പൊളിച്ച് ഭരിക്കട്ടെ, ഇന്ത്യ മുന്നണിയുടെ ഗവൺമെൻറ് എന്ന് പറയാം എന്ന് പറയുന്നു. സെബീന ഈസ് 100% റൈറ്റ് എന്ന് എന്നോട് ഷിജു പറയുന്നു. പക്ഷേ സെബീന നമ്മുടെ സ്ഥിരം ശ്രീമതി സെബീന നമ്മുടെ സ്ഥിരം പ്രേക്ഷകയാണ്. അപ്പോൾ അവർ പലപ്പോഴും വളരെ വസ്തുനിഷ്ഠമായാണ് കാര്യങ്ങൾ പറയാറ്. അപ്പോൾ ശ്രീ കൃഷ്ണൻകുട്ടി നമ്മുടെ മണിമല എത്തിയിട്ടുണ്ട്. ഇതുവരെയുള്ള അനുഭവം വെച്ച് പറയുന്നു LDF തുടരും എന്ന് പറയുന്നു. നല്ല മഴയാണെന്ന് സുനിൽകുമാർ. എക്സിറ്റ് പോളുകൾ എപ്പോഴും ശരിയാവാറില്ല, ശരിയെങ്കിൽ UDF വിജയിച്ചാൽ ചിരിക്കാൻ ഒരുപാട് വകയുണ്ട്, അത് കണ്ട് തന്നെ അറിയണം എന്ന് രഘുനന്ദനൻ തിരുമുല്ലവാരം പറയുന്നു. മസ്റ്റ് അപ്രിഷ്യേറ്റ് ദ യൂണിറ്റി ഓഫ് LDF എന്ന് ഷിജു പറയുന്നു. അപ്പോൾ ഗോമാതാജി ഒരു പ്രത്യേക എക്സിറ്റ് പോൾ നടത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ എക്സിറ്റ് പോളിൽ LDFന് 60, UDFന് 65, NDAക്ക് 15. ഇപ്പോൾ ആളുവീത എക്സിറ്റ് പോൾ നടത്തുകയാണ്. ശിവദാസൻ TK എന്നോട് പറയുന്നത്, നമസ്കാരം, ലെറ്റ്സ് വെയിറ്റ് അപ് ടു 4th of May for the result and decide who will become the CM of Kerala എന്ന് പറയുന്നു. ഓഫ് കോഴ്സ് തമിഴ്നാട്ടിൽ വലിയ ഒരു ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ പലതരത്തിലുള്ള എക്സിറ്റ് പോളുകളുള്ളത്. എന്നെ അതിൽ അതിശയിപ്പിച്ചൊരു എക്സിറ്റ് പോള് ആക്സിസ് മൈ ഇന്ത്യയുടെ ഒരു എക്സിറ്റ് പോളാണ്. അവിടെ തമിഴക വെട്ടിക്കഴക എന്ന വിജയുടെ പാർട്ടിക്ക് 98 മുതൽ 120 സീറ്റ് വരെ കിട്ടും എന്നാണ് പറയുന്നത്. DMKക്ക് 92 മുതൽ 100 വരെ, BJP ADMK അലയൻസിന് 32 സീറ്റും പറയുന്നുണ്ട്. അപ്പോൾ ഇത് ഇത്തരത്തിലൊരു വലിയ അട്ടിമറി അവിടെ നടക്കുമോ എന്ന് എനിക്കറിയില്ല. ഏതായാലും അത് വളരെ ശ്രദ്ധേയമായ ഒരു
നിരീക്ഷണമാണ്. റെജി ആലപ്പുഴയിൽ നിന്ന്. റെജി ഈ ആലപ്പുഴക്കാരൊക്കെ എന്താ പറയുന്നത്? എക്സിറ്റ് പോളിൽ ആലപ്പുഴക്കാർക്കൊക്കെ വിശ്വാസം ഉണ്ടോ റെജി? പിന്നെ ആലപ്പുഴയൊക്കെ സന്തോഷം. കാര്യം ഞാൻ മനസ്സോറെ ഞാൻ നിങ്ങളുടെ ഒരു ഭയങ്കര ഒരു ആരാധകനാട്ടോ, ഞാനും വൈഫും ഒക്കെ. ആണോ? പിന്നെ എല്ലാം കൂടെ നിങ്ങൾ ഉൾക്കൊണ്ടോണം. പിന്നെ അപ്പൊ കുടുംബങ്ങളോടൊക്കെ എൻ്റെ അന്വേഷണം പറയണം. ഭാര്യ അവിടെ അടുത്തുണ്ടോ? ഉണ്ട്. ഞാൻ ഇച്ചിരി പുറത്തോട്ട് മാറിയിരിക്കുക. അപ്പൊ ഭാര്യയോടും ഒക്കെ എൻ്റെ അന്വേഷണം പറയണം. പിന്നെ വീട്ടിലാരൊക്കെ ഉണ്ട് വേറെ? വീട്ടിൽ 2 മക്കള്, എല്ലാരും കാണും. മനുവിനെയും മറ്റേ കിരണിനെയും ഒക്കെ ഭയങ്കര ഇഷ്ടം എല്ലാവർക്കും. ആണോ? സന്തോഷം. മക്കളൊക്കെ എന്താ ചെയ്യുന്നത്? മക്കള് ഒരാൾ അധ്യാപികയാണ്, ഒരാള് മറ്റേ തിരുവനന്തപുരത്ത് ലുലു മാളിലുണ്ട്. അപ്പൊ അധ്യാപിക എന്താ പഠിപ്പിക്കുന്നത്? എന്താ? അധ്യാപിക ബയോളജി. അപ്പൊ ഈ അധ്യാപകരുടെ ഒരു ചെറിയ പ്രശ്നം എന്താന്ന് വെച്ചാൽ, മോളല്ലേ അധ്യാപിക എന്ന് പറഞ്ഞു? അതെ അതെ. അധ്യാപികരുടെ ഒരു ചെറിയ പ്രശ്നം എന്താന്ന് വെച്ചാൽ അച്ഛനെയും ഒരു വിദ്യാർത്ഥിയെ പോലെയാണ് കണക്കാക്കുക എന്ന് പറഞ്ഞു. അങ്ങനെയുണ്ടോ? അവിടെ ഉണ്ടോ? അത് ഞാൻ അവളെ ആശ്രയിക്കത്തുള്ളൂ. അപ്പൊ എന്റെ നിരീക്ഷണം തെറ്റിയില്ല. കാരണം അധ്യാപകർക്കെല്ലാം കുട്ടികളാണ്. ചിലപ്പോൾ അവരുടെ അച്ഛനായിരിക്കാം, അമ്മയായിരിക്കാം. അവരൊരു ഇൻസ്ട്രക്ഷൻസ് കൊടുക്കും, ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം. അത് അപ്പോൾ ഒരു കുട്ടിയോട് പറയുന്ന പോലെയാണ് പലപ്പോഴും ഈ അധ്യാപകർ രക്ഷിതാക്കളോട് പോലും സംസാരിക്കുന്നതെന്ന് ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. അതാണ് ഞാൻ ചോദിച്ചത്. അതെ അതെ, ഒരു പാകതയോടുകൂടിയൊക്കെ നമ്മളോട് പറയത്തുള്ളൂ. എൻ്റെ ഭാര്യ ഒരു അധ്യാപികയാണ്. അപ്പോൾ എന്നെ എപ്പോഴും സ്കൂൾ സ്റ്റുഡൻറ്റിനെ മാതിരിയാണ് സംസാരിക്കുന്നത് എന്നോട്. ഇത് ഇവിടെ വെച്ചിട്ടുണ്ട്, അത് നീക്കി വെക്കണം, അങ്ങനെ അങ്ങനെ. അതെ. അപ്പൊ നമ്മുടെ വിഷയത്തിലേക്ക് വരാം. പിന്നെ ഞാൻ എന്റെ ഒരു വിലയിരുത്തലായിരുന്നു കേട്ടോ. ഞാൻ എക്സിറ്റ് പോളിനെ ഞാനിപ്പോ അംഗീകരിച്ചു. കാര്യം എന്റെ വിലയിരുത്തൽ എന്ന് പറഞ്ഞാൽ ഈ BJPക്ക് ഈ തെരഞ്ഞെടുപ്പിൽ സീറ്റൊന്നും കിട്ടത്തില്ല. കാര്യം ഈ എക്സിറ്റ് പോളിന്റെ കൂടെ കണക്കാക്കിക്കൊണ്ട് പറയുമ്പം LDFനെതിരായ ജനവികാരം വേറൊരു ഓപ്ഷനിലേക്ക് പോകാതെ അത് കറക്റ്റായിട്ട് UDFിലേക്ക് വന്നിട്ടുണ്ടെന്നുള്ളതാണ് എക്സിറ്റ് പോളിന്റെ വിവരം കാണിക്കുന്നത്. അത് ഒരു പൊളിറ്റിക്കൽ തിയറി എന്ന തരത്തിൽ അങ്ങ് പറയുന്നത് ഒരു തിയറിറ്റിക്കലി കറക്റ്റാണ്. അതായത് ഒരു സർക്കാരിനെതിരെ ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടെങ്കിൽ അതിന് ഓൾട്ടർനേറ്റീവ് ഒപ്പോസിഷനിലേക്കാണ് ജനം സാധാരണഗതിയിൽ വോട്ട് ചെയ്യുക. അതൊരു പൊളിറ്റിക്കൽ തിയറിയാണ്. അത് ശരിയാണോ നടന്നോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. പക്ഷെ അങ്ങനെ ഉണ്ടെങ്കിൽ ഓൾട്ടർനേറ്റീവ് ഒപ്പോസിഷൻ അവരെ വിജയിപ്പിക്കാനുള്ളൊരു ശ്രമം ഉണ്ടാകും. പിന്നെ BJPക്ക് ചെറിയ ഒരു ഇത് ഉണ്ടാകാം. കാര്യം ഒരിക്കലും LDF UDFിൽ കുത്താത്ത വോട്ടർമാർ, അവരുടെ അടിയുറച്ച വോട്ടർമാരുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ ചരിത്രപരമായ ഒരു നിയോഗം സംഭവിക്കാൻ പോവാണ്. അവരുടെ അടിയുറച്ച വോട്ട് UDFിലായിരിക്കില്ല, അത് BJPയിലേക്ക് പോകും. BJPക്ക് UDFിലേക്ക് പോയിട്ടുള്ള വോട്ട് ബാങ്കുകൾ കറക്റ്റായിട്ട് UDFിൽ തിരിച്ചെത്തിയിട്ടുണ്ട് എന്നാണ് ഞാൻ വിലയിരുത്തുന്നത്. അപ്പൊ BJP പക്ഷേ ഈ നിയമത്തും കഴക്കൂട്ടത്തും വലിയ പ്രതീക്ഷയാണ്. അത് അങ്ങ് അംഗീകരിക്കുന്നില്ല. അത് അവര് ബലാബലം എന്നാണ് ഞാൻ കണ്ടിരിക്കുന്നത്. ഈ ബലാബലം എന്ന് പറയുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ UDF അമ്പേ പരാജയപ്പെട്ട മണ്ഡലങ്ങളാണെന്നൂടെ ഞാൻ വിലയിരുത്തുന്നു. അവിടെയാണ് ബലാബലം എന്ന് പറയുമ്പോൾ ജനപിന്തുണ UDFിലേക്ക് വന്നിരിക്കുന്നു എന്ന് സൂചിപ്പിക്കുന്നു. അതാണ് എന്റെ വിലയിരുത്തൽ. ശരി. അപ്പൊ ഞാൻ ഏതായാലും 4-ാം തീയതി ഞാൻ ഇത് ഓർത്ത് വെച്ചിട്ട് ഞാൻ വിളിക്കാം. മനുവിനെ ഞാൻ വിളിച്ചിരിക്കും. മനുവിനെ അങ്ങോട്ട് വിളിക്കുന്നത്. ശരി, ഓക്കെ. യെസ്, വ്യക്തമാണ് അഭിപ്രായം. അപ്പോൾ ശ്രീ കൃഷ്ണൻകുട്ടി മണിമല്ല ഈ എക്സിറ്റ് പോൾ ഫലങ്ങളെ അംഗീകരിക്കാൻ വഴിയില്ല അല്ലേ? നമസ്കാരം. നമസ്കാരം. ഇന്നലെ എവിടെയായിരുന്നു നിങ്ങളൊക്കെ? ഞാനൊന്ന് കറങ്ങി ആ മണിമല വഴിയൊക്കെ വന്നു. പക്ഷെ ഇത്തവണ വന്നപ്പോൾ അർദ്ധരാത്രിയായി പോയി. അതുകൊണ്ടാണ് ഞാൻ പിന്നെ അങ്ങേ വിളിക്കായിരുന്നത്. ഇന്നലെ പൊതുവേദി ഉണ്ടായില്ലല്ലോ. ഇന്നലെ എനിക്ക് തോന്നുന്നത് ഇന്നലെ ഉണ്ടായില്ല. ഇന്നലെ ചില സാങ്കേതിക പ്രശ്നങ്ങൾ. എല്ലാവരും കാത്തിരുന്ന് കുറച്ച് കഴിയുമ്പോൾ സ്റ്റാർട്ട് ആവാന്ന് വെച്ചിട്ടൊന്നും ഉണ്ടായില്ല. അതെയോ? ഞങ്ങൾ കമന്റുകളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ശരി. ഓഹോ. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു എക്സിറ്റ് പോളിന്റെ വല്ല തയ്യാറെടുപ്പിലായിരിക്കും നിങ്ങളൊക്കെ എന്ന് വിചാരിച്ചു. ഇല്ല, ഞാനൊരു അത്യാവശ്യ കാര്യത്തിന് വീട്ടിൽ പോയതാ, മടങ്ങി വന്നു. ഓക്കെ. അപ്പൊ നമ്മുടെ എക്സിറ്റ് പോളിന്റെ വിഷയം പറഞ്ഞാലേ, ഈ ശരിക്കും പറഞ്ഞാൽ അത് വിശ്വസനീയമായിട്ട് തോന്നുന്നില്ല. കാര്യം എന്തെന്ന് വെച്ചാല് LDF സർക്കാരിനെ അങ്ങനെ തൂത്തെറിയേണ്ട ഒരു അവസ്ഥ കേരളത്തിൽ ഉണ്ടായിട്ടില്ല. ഒരു ഭരണവിരുദ്ധ വികാരം, ആന്റി ഇൻകംബൻസി ഇല്ല എന്നാണ് താങ്കൾ. അതിനുള്ള കാരണങ്ങളൊന്നും ഇല്ല. സീരിയസ് ആയിട്ടുള്ള ഒരു വിഷയവും ഇല്ല. അതായത് 57 മുതലുള്ള സർക്കാരുകളെ നോക്കിയാൽ 57 സർക്കാർ കൊണ്ടുവന്ന ഗുണങ്ങൾ ഇപ്പോഴും കേരളം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല ഗുണങ്ങൾ. അതായത് കുടികിടപ്പാവകാശ നിയമം, ഭൂപരിഷ്കരണം, വിദ്യാഭ്യാസ ബില്ല്, ഇതിന്റെ പറയുന്നതൊക്കെ ഞാൻ സമ്മതിച്ചു. പക്ഷെ ഞാനിപ്പോ പൊതുവെ പുതിയ രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ എന്നോട് പറയുന്നത് വോട്ടർ മെമ്മറി എന്ന് പറയുന്നത് കുറഞ്ഞു വരികയാണ്. ഒരു വോട്ടർ പണ്ട് 20 കൊല്ലത്തിന് അപ്പുറത്തേക്കൊക്കെ ചിന്തിച്ചിരുന്ന വോട്ടർ ഇപ്പൊ ഒരു 4 കൊല്ലം 3 കൊല്ലം എന്നുള്ള തരത്തിൽ ചിന്തിക്കുകയാണ്. ചിലയിടത്ത് ഇപ്പൊ 6 മാസത്തേക്കുള്ള ഓർമ്മയേ ഉള്ളൂ. ഞാൻ അതിലോട്ടാ വരുന്നത്.
ഞാൻ അതിലോട്ടാ വരുന്നത്. അത്രയും ഗുണം ചെയ്ത സർക്കാരിനെ 59 പിരിച്ചുവിട്ട് കഴിഞ്ഞ് തെരഞ്ഞെടുപ്പ് നടന്നപ്പോ പിന്നെ ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാർ അധികാരത്തിൽ വരാൻ വേണ്ട 67 വരെ കാത്തിരിക്കേണ്ടി വന്നു. എന്ന് പറഞ്ഞാൽ 8 വർഷം കാത്തിരിക്കേണ്ടി വന്നു. 57-ൽ ഈ EMS സർക്കാരിനെ അധികാരത്തിലേറ്റി അതേ ജനം സർക്കാരിന് എതിരായി പിന്നെ ഈ വിമോചന സമരത്തിന് ശേഷം അതുപോലുള്ള കാര്യങ്ങളെ അനുകൂലിച്ചില്ല, ഗുണം കിട്ടിയവര് വരെ. അതിനുശേഷം നോക്കിക്കോളൂ, 2014 സർക്കാർ വന്നു കഴിഞ്ഞപ്പോൾ നമുക്കുണ്ടായ അനുഭവങ്ങൾ, നിപ്പ, ഓഖി, പ്രളയം, കോവിഡ്, ഇതെല്ലാം വന്നു. പണ്ടുപോലെ നോക്കിക്കഴിഞ്ഞാല് ജനം എങ്ങനെയൊക്കെ ദുരിതത്തിലാവാൻ സാധ്യത ഉണ്ടായിരുന്നു, അതിൽ നിന്നൊക്കെ ജനത്തിനെ കരകയറ്റിയത്, കൈപിടിച്ചുയർത്തിയതെല്ലാം ഇടതുപക്ഷ സർക്കാരാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. അങ്ങനെയുള്ള സർക്കാരുകളെ ജനത്തിന് എന്തുകൊണ്ട് അംഗീകരിച്ചുകൂടാ എന്നുള്ളതാണ് ചോദ്യം. ശരി, അപ്പൊ നോക്കാം. ഏതായാലും 4-ാം തീയതി അപ്പൊ എക്സിറ്റ് പോൾ ഫലങ്ങളെ അങ്ങ് അംഗീകരിക്കുന്നില്ല എന്നുള്ള എന്റെ അങ്ങനെയല്ല പറഞ്ഞത്. ഞാൻ പറഞ്ഞത് ഇങ്ങനെ വന്നു കഴിയുമ്പോ സർക്കാരിനെ തൂത്തെറിയാൻ മാത്രമുള്ള കാരണങ്ങളൊന്നും ഇല്ല. കാരണം ഉണ്ടാകുന്ന ഒരേ ഒരു കാരണമേ ഉള്ളൂ. എന്താണെന്നറിയാമോ? കേരളത്തിൽ ജാതീയതയും വർഗീയതയും കുറെ ശക്തമായി കളിക്കുന്നുണ്ട്. അത് ജനത്തിന് കിട്ടുന്ന ഗുണത്തെക്കാൾ ഉപരിയായിട്ട് ഞങ്ങളുടെ മതത്തിലുള്ളവർ അല്ലെ ഞങ്ങളുടെ ജാതിയിൽപ്പെട്ടവർ എന്നുള്ള രീതിയിൽ മനുഷ്യൻ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങൾ കേരളത്തിൽ ശക്തമായി കൊണ്ടിരിക്കുന്നു. അതേ ഒരു കാരണം കൊണ്ട് മാത്രമാണ് LDF സർക്കാരിനെ പലർക്കും അംഗീകരിക്കാൻ പറ്റാതെ പോകുന്നത്. ചേത്താൻ കുരിശ് കാണുന്ന പോലെ എന്ന് പറയില്ലേ, എന്ന് പറഞ്ഞ പോലെ ഒരു വികാരം ഉണ്ടാക്കിയെടുക്കാനുള്ള അടിത്തട്ടിൽ ചില ശ്രമങ്ങൾ നടക്കുന്നുണ്ടാവാം. അത് കേരളത്തിനെ സംബന്ധിച്ച്, പ്രബുദ്ധ കേരളത്തിനെ സംബന്ധിച്ച് വളരെ ഞാൻ ചോദിക്കുന്നത് ഇത് ഉണ്ടോ, അങ്ങനെ ഉണ്ടോ? അപ്പൊ നിങ്ങളുടെ പ്രതീക്ഷ നശിച്ചോ? അത് റിസൾട്ട് വന്നിട്ട് എവിടൊക്കെ എന്തൊക്കെ സംഭവിച്ചു എന്ന് വന്നിട്ടേ പറയാൻ പറ്റുള്ളൂ. അങ്ങനെ ഉണ്ടെങ്കിൽ അത് പ്രബുദ്ധ കേരളത്തെ സംബന്ധിച്ച് വളരെ അപകടകരമായ ഒരു സിറ്റുവേഷനിലേക്കാണ് പോകുന്നത്. ശരി, അപ്പൊ നോക്കാം. അപ്പൊ സമയക്കുറവ് കൊണ്ടാണ് മറ്റാളുകൾ കാത്തു നിൽക്കുന്നതുകൊണ്ട് അങ്ങ് പറഞ്ഞ എനിക്ക് മനസ്സിലായി. അപ്പൊ നമുക്ക് കേരളം ചെയ്യില്ല എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നു. ശരി, ഓക്കെ. അപ്പോൾ മുരളീധരൻ എന്നോടൊപ്പം ചേരുന്നത് വയനാട്ടിൽ നിന്നാണ്. ശ്രീ മുരളീധരൻ. സാറേ, ഈ നമ്മളെ ഈ എക്സാക്ട് ഇവിടെ നിലനിൽക്കുന്ന 2-3 ദിവസം കാത്താൽ മതി. പിന്നെ നമ്മൾ എന്തിനാ ഈ എക്സിറ്റ് പോളിന്റെ പുറകെ പോയിട്ട് നമ്മൾ മാനസികമായിട്ട് വിഷമിക്കേണ്ടതായ യാതൊരു കാര്യവും ഇല്ലല്ലോ. ഉണ്ടോ യഥാർത്ഥത്തില്? ഇല്ല. അപ്പൊ പിന്നെ മറ്റൊരു കാര്യമാണ്, പിന്നെ നമ്മുടെ ഗവൺമെന്റ്. ശ്രീ മുരളീധരൻ, മാനസികമായി വിഷമം തോന്നിയോ എക്സിറ്റ് പോൾ ഫലങ്ങൾ? ഇല്ല, മാനസികമായിട്ട് ഒരു വിഷമം എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ ഇതിനു മുമ്പുള്ള പല എക്സിറ്റ് പോളിനും നമ്മൾ കാണാമല്ലോ. ഹരിയാനയിൽ എന്തായി സ്ഥിതി, ബീഹാറിൽ എന്തായി സ്ഥിതി, കഴിഞ്ഞ BJP ഗവൺമെന്റിന്റെ സ്ഥിതി, ലോകസഭയിൽ എന്തായി സ്ഥിതി. പിന്നെ എന്തിനാ നമ്മൾ ഇതിന്റെ? എന്റെ ഒരു അഭിപ്രായം പറഞ്ഞാൽ, ആര് വന്നാലും, ഞാൻ LDF-ഓ UDF-ഓ BJP അത് വേറെ കാര്യം, എനിക്കും ഉണ്ട് എന്റേതായ രാഷ്ട്രീയം. പക്ഷെ ആര് വന്നാലും നമ്മൾ അംഗീകരിക്കണം. പക്ഷെ മറ്റൊരു കാര്യമുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഈ നേതൃസ്ഥാനത്തിരിക്കുന്നവര് പരമാവധി അവരുടെ മറ്റുള്ളവരോട് പെരുമാറുന്ന രീതിയൊക്കെ നമുക്ക് നന്നായിരുന്നാൽ മതി. എല്ലാം ചെയ്തു കൊടുക്കാൻ എല്ലാവർക്കും കഴിഞ്ഞൊന്നും വരില്ല. പക്ഷെ ഈ വാശിക്കാരനായ ചെറിയ കുട്ടികളുടെ കൂട്ടുള്ള സ്വഭാവം ഒരു ഭരണകർത്താക്കളും കാണിക്കാതിരിക്കട്ടെ. ഞങ്ങൾക്ക് വയനാട്ടിലൊരു ചൊല്ലുണ്ട്, സാധാരണ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിക്കഴിയുമ്പോൾ പറയും, നിന്റെ ഓളോട് പോയി പറയാൻ. അപ്പോ അതുപോലെയുള്ള പോയാൽ മതി. ഇപ്പൊ ആര് വന്നാലും ഇവിടെ സ്വർഗമാക്കാമെന്നൊന്നും ആരും കരുതണ്ട. കാരണം പ്രശ്നങ്ങൾ ആവർത്തിച്ചു കൊണ്ടേയിരിക്കും. അത്രേ ഉള്ളൂ എനിക്ക് പറയാൻ. അപ്പൊ അത് ഈ ഭാര്യയോട് ചെന്ന് പറഞ്ഞാൽ മതി എന്നുള്ളൊരു പ്രയോഗമുണ്ട്. അപ്പൊ എന്ന് വെച്ചാൽ ഭർത്താവിനെ ഭാര്യ തള്ളി പറയില്ലല്ലോ. അപ്പൊ തന്നെയാണ് നിന്റെ ഓളോട് പറയാൻ പറയണത്. ശരി, ഓക്കെ, വ്യക്തമാണ് ആ അഭിപ്രായം. അപ്പൊ രാധാകൃഷ്ണൻ വൈറ്റിലയിൽ നിന്ന് എന്നോടൊപ്പം ചേരുന്നു. ശ്രീ രാധാകൃഷ്ണനൊക്കെ വേനൽ മഴ കിട്ടിയതിന്റെ സന്തോഷത്തിലായിരിക്കും അല്ലേ? അതെ അതെ അതെ. ചൂട് ഭയങ്കരം അല്ലേ? നല്ല ചൂടൊരു കുറവുണ്ടല്ലോ ഇപ്പൊ. ഓക്കെ. അപ്പൊ ശ്രീ രാധാകൃഷ്ണൻ ഒരു ചെറിയ സന്തോഷമാണ് വന്നിട്ടുള്ളത് അല്ലേ എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്നപ്പോ? അല്ല, ഞാനിത് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. കാരണം 79 സീറ്റും 86 സീറ്റിനുള്ളിൽ UDF അധികാരത്തിൽ വരുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾക്കെന്നറിയാം, നമ്മൾക്ക് ഇതിനൊരു തുടക്കം തീർത്ത് നമ്മൾ ഈ ഭൂതത്തൊക്കെ ഒഴിപ്പിക്കുമ്പോഴത്തേക്കും വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. കാരണം നിൽക്കുമ്പോഴത്തേക്ക് എന്ന് പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ തൃശ്ശൂര് വെടിക്കെട്ട് അപകടം, പാമ്പ് കടി, ഈ അനിയൻ ചേട്ടനെ അമ്മേനെയൊക്കെ തല്ലിക്കൊല്ലുന്നു, ഇങ്ങനെയുള്ള സംഭവമൊക്കെ ഉണ്ടാവും. നമുക്ക് ഉറപ്പായി ഒഴിഞ്ഞു പോകണേണെന്നുള്ളത്. അപ്പൊ എന്തായാലും UDF നല്ല ഭൂരിപക്ഷത്തോട് വരും. സമയം കഴിഞ്ഞു, ആളുകൾ കൂടുതൽ ഉള്ളത് കൊണ്ടുകൂടിയാണ്. അപ്പോൾ പിന്നെ ജോയ് എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. പിണറായി മാറി നിന്ന് KK ശൈലജ, ധർമ്മടത്ത്
മത്സരിക്കണമായിരുന്നു. പി കെ ശ്യാമള പ്രതിപക്ഷ നേതാവ് ആയേക്കും എന്നൊക്കെ പരിഹസിക്കുന്നുണ്ട് ജോയ്. പിണറായി അപർണ എന്നോട് പറയുന്നു, പ്രവചനങ്ങളും എക്സിറ്റ് പോളുകളും പൂർണ്ണമായി വിശ്വസിക്കേണ്ടതില്ല, അവ ഒരു സൂചന മാത്രം, ഫലം പലപ്പോഴും മാറാം, അവസാനമായി വിശ്വസിക്കേണ്ടത് ഔദ്യോഗിക ഫലമാണ് എന്ന് നമ്മുടെ ബഡ്ഡിംഗ് ജേർണലിസ്റ്റായ അപർണ പറയുന്നു. അനിൽകുമാർ എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. മനു, BJP വോട്ട് ചെയ്യുന്ന പുതിയ വോട്ടർ ഒരിക്കലും എക്സിറ്റ് പോളിനോട് സഹകരിക്കില്ല, പിന്നെ നിശബ്ദ വോട്ട് അതും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് എന്നോട് പറയുന്നു. മണിമലയിൽ മനുവിനെ പറ്റിക്കാൻ പറയുന്നത് മണിമല വഴിയൊന്നും അദ്ദേഹം വന്നിട്ടില്ല. ഞാൻ മണിമല വഴി പോയതും ആ മണിമലയിൽ ഞാൻ കണ്ടതും ഒക്കെ ഞാൻ മണിമലയോട് പറഞ്ഞത് അദ്ദേഹത്തിന് മനസ്സിലായി. അവിടെ ഞാൻ കണ്ട ഒരു ബോർഡും ആ ബോർഡിൻ്റെ നിറമൊക്കെ ഞാൻ പറഞ്ഞു. ഞാൻ ആ വഴി പോയെന്നേ, ഞാനെന്തിനാ കള്ളത്തരം പറയണേ. അപ്പം ശശിധരൻ പിള്ളേ പറയും ഞാൻ പറ്റിക്കാൻ പറഞ്ഞാണെന്ന്. അങ്ങനെ ഞാൻ ആരെങ്കിലും പറ്റിക്കുമോ? പൊതുവേദി പ്രേക്ഷകരെ അത് വിശ്വസിക്കുമോ? നമ്മൾ സത്യം വജ ധർമ്മം കൃത എന്ന് പറഞ്ഞ നിലപാടാണ്. ഓക്കെ, വ്യത്യസ്ത നാം ഒരു മണിമലച്ചേട്ടനെ സത്യത്തിൽ നിങ്ങൾ തിരിച്ചറിയുന്നു എന്ന് പറഞ്ഞു. കൊള്ളാം. പോൾസ് ആർ മെൻ ഫോർ ചാനൽ കണ്ടൻസ് എന്ന് പറയുന്നു. ഷിജു, വർഗീയത തീരെ ഇല്ലാത്ത പാർട്ടിയാണ് LDF എന്ന് മുരളി പറയുന്നു. ബ്ലൈറ്റി ഡേയ്സ് UK നമ്മുടെ പരിപാടി കാണുന്നുണ്ട്. LDF 71, UDF 67, NDA 2. ബ്ലൈറ്റി ഡേയ്സിൻ്റെ ഇതാണ്. ഇതൊക്കെ ഒന്ന് എഴുതി വെക്കണം. അപ്പോൾ LDF ജയിക്കുമെന്നാണ് ബ്ലൈറ്റി ഡേയ്സ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ബ്ലൈറ്റി ഡേയ്സ് UK ഇരുന്നും ഈ കണക്കൊക്കെ കറക്റ്റായി നോക്കി വെച്ചു എന്നത് നമ്മുടെ രാഷ്ട്രീയ താല്പര്യമാണ് അത് വ്യക്തമാക്കുന്നത്. അപ്പോൾ മൈക്ക് ഓപ്പറേറ്ററിനും മാർക്കും ഇനി ധൈര്യമായിട്ട് ഇരിക്കാം എന്ന് മുരളി പറയുന്നു. UDF ജയിച്ചാൽ കേരളത്തിൽ വർഗീയതയും മതം ശക്തമായി കളിക്കുന്നുവെന്നും മനസ്സിലാക്കാം. പ്രബുദ്ധ കേരളത്തിൽ അത് സംഭവിക്കാതിരിക്കട്ടെ എന്നാണ് കൃഷ്ണൻകുട്ടി പറയുന്നത്. മുരളീധരൻ വയനാട് വളരെ കറക്റ്റാണ് എന്ന് ശശിധരൻ പിള്ള പറയുന്നു. രാധാകൃഷ്ണൻ വൈറ്റിലയുടെ അഭിപ്രായത്തോട് യോജിക്കുകയാണ് ശിവദാസ് നായർ MN. അപ്പോൾ രാധാകൃഷ്ണൻ കുട്ടനാട് നിന്ന് എന്നോടൊപ്പം ഉണ്ട്. ശ്രീ രാധാകൃഷ്ണൻ, വളരെ ചുരുങ്ങിയ വാക്കുകൾ, നമ്മുടെ സമയം കഴിഞ്ഞു. സാറേ പെട്ടെന്ന് പറഞ്ഞേക്കാം. സാറേ അറിയാം, സമയത്തിന്റെ പരിമിതി അറിയാം. ഏറ്റവും സന്തോഷത്തോടെ കാണുന്ന ഒരു ചാനലാണ് താങ്കളുടെ ചാനൽ. കാരണം അത്ര ബയാസ്ഡ് ആയിട്ടൊന്നുമില്ല, താല്പര്യമൊന്നും ഇല്ലാതെ മാന്യമായിട്ട് പരിപാടികൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതിന്റെ സന്തോഷം. രണ്ടാമത്തെ ഒരു കാര്യം പറയാനുള്ളത്, സാറ് മുമ്പേ ഒരു വ്യക്തി സംസാരിച്ച പറഞ്ഞ 1970-കളുടെയോ 50-കളുടെയോ ഒക്കെ നാടാണോ നമ്മുടെ നാട് സാംസ്കാരികമായി ഉയർച്ചയുണ്ടാക്കിയ ശ്രീനാരായണ ഗുരുവിന് അങ്ങനെയുള്ള കുറച്ച് സാംസ്കാരിക ആൾക്കാരും ഈ മിഷണറിമാർ നടത്തിയ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് മറ്റു മതസംഘടനകളൊക്കെ നടത്തിയ വിദ്യാഭ്യാസ ഉന്നമനവും കിഴക്കൻ നാട്ടിൽ പോയി പണിത കുറച്ച് മലയോര കർഷകരും അത് കഴിഞ്ഞ് ഗൾഫിലേക്കൊക്കെ പോയി അവിടെ കിടന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ ചെയ്യുക. അല്ലാതെ ഇവിടുത്തെ രാഷ്ട്രീയക്കാരൻ എന്ത് ചെയ്തെന്നാണ് പറയുന്നത്. അതാണ് ഒരു ചോദ്യം ഉള്ളത്. രണ്ടാമത് ഈ ഇപ്പൊ സബ്ജക്ട് വെച്ചാണെങ്കിൽ ഇതൊരു ജോത്സ്യമാണ്, കറക്കിക്കുത്ത് പരിപാടിയാണ് ഈ ചെയ്യുന്നത്. കറക്കിക്കുത്ത് കുറച്ച് സാഹചര്യങ്ങളിലൊക്കെ അനലൈസ് ചെയ്തിട്ട് കറക്കിക്കുത്ത് ഒത്തില്ലെങ്കിൽ ഒത്തില്ല, അത്രേ ഉള്ളൂ. ഇതിലൊന്നും വലിയ വിശ്വാസമൊന്നും വെക്കണ്ടേ, യഥാർത്ഥ എക്സാക്ട് പോൾസ് വരട്ടെ എന്ന് പറയുന്നല്ലേ. എന്തോ ഇതിലൊന്നും വോട്ട് ചെയ്തവര് പെട്ടിക്കാത്തിട്ടുണ്ടല്ലോ. 4-ാം തീയതി വെയിറ്റ് ചെയ്യാമല്ലോ. കുറച്ചുപേര് ഇതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ സാഹചര്യം ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ വെച്ചിട്ട് ഒരു അനാലിസിസ് ഒക്കെ റൂമിലിരുന്ന് നടത്തി നാട്ടിലിറങ്ങിയിട്ട് സർവേ ഒന്നും നടത്താതെ കുറച്ച് ഇന്ന സംഭവങ്ങളുണ്ട്, പിണറായി വിജയനോട് കുറച്ച് എതിർപ്പുണ്ട്, അതുകൊണ്ട് ഇങ്ങനെ സംഭവിക്കും അങ്ങനെ സംഭവിക്കും. അവർ തന്നെ പറയുന്ന 1/3 ആൾക്കാർക്ക് ഇപ്പോഴും മുഖ്യമന്ത്രിയാകാൻ പിണറായി വിജയനെ ഇഷ്ടം, പക്ഷെ പിണറായി വിജയൻ ഭരിക്കണ്ട. ഇത് രണ്ടും പറയുന്നത് ഇവർ തന്നല്ലേ. ഓക്കെ, അപ്പോൾ കൃഷ്ണൻകുട്ടി എൻ്റെ വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. കൃഷ്ണൻകുട്ടി എൻ്റെ വാക്കിന് തിരുത്തുകയാണ്. അത് സത്യം വധ ധർമ്മം ചര എന്നാണെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഏതായാലും ഈ സംഭവങ്ങൾ അതായിരിക്കും ശരി കേട്ടോ, സത്യം വധ ധർമ്മം ചര. അപ്പോൾ അതാണ് നമ്മുടെ നിലപാട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ ഈ വിഷയം ഞാൻ യൂട്യൂബിൽ പ്രേക്ഷകർക്ക് മുന്നിൽ ചർച്ച ചെയ്തു. ഞാൻ ചോദിച്ചു, പക്ഷേ UDF ജയിക്കുമെന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ ശരിയാണോ എന്നാണ് ഞാൻ ചോദിച്ചത്. അതിൽ പക്ഷേ 82% ആളുകളും UDF ജയിക്കുമെന്ന നിലപാടാണ് എന്ന എക്സിറ്റ് പോൾ പറഞ്ഞതിൽ അവർ അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ 18% ആളുകൾ ഇപ്പോഴും അതിനെ അംഗീകരിക്കുന്നില്ല. ഏതായാലും എക്സിറ്റ് പോളുകൾ അതൊരു പ്രവചനം മാത്രമാണ്. പലപ്പോഴും ജനവിധിയുടെ ഒരു ദിശ കൃത്യമായി സൂചിപ്പിക്കുന്ന എക്സിറ്റ് പോളുകളുണ്ട്, ചിലപ്പോൾ അങ്ങനെയല്ലാത്തതും ഉണ്ട്. യഥാർത്ഥ ഫലം അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ സാഹചര്യങ്ങൾ ഒട്ടനവധിയാണ്. അതിനാൽ അന്തിമവിധി പുറത്തു വരുന്നത് വോട്ടെണ്ണൽ ദിനത്തിലായിരിക്കും. അന്ന് മാത്രമേ ജനങ്ങളുടെ യഥാർത്ഥ തീരുമാനം എന്തെന്ന് വ്യക്തമാകൂ. അതുവരെ നമുക്ക് കാത്തിരിക്കാം കൃത്യമായ ജനവിധി അറിയാനായി. അപ്പോൾ ഇന്നത്തെ ന്യൂസ് 18 പൊതുവേദി ഇവിടെ തീരുകയാണ്. നാളെ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.